Hi friends, നമ്മൾ ഇന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ ഇന്ന് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇൻഡേഴ്സ് 116 ഓൺ ലീസസ്. നമ്മൾ നോക്കിയാൽ ഈ ഒരു ഏരിയ നോക്കിയാൽ ജൂൺ 2020 എക്സാം നമ്മൾ നോക്കുവാണെങ്കിൽ ദിസ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ വെൻ ഇറ്റ് കംസ് ടു യുവർ FR പേപ്പർ. ദ റീസൺ ഇസ് ദാറ്റ് ദിസ് ഇസ് ദി ഫസ്റ്റ് ടൈം ICS ടെസ്റ്റിംഗ് ഓൺ ദിസ് സ്റ്റാൻഡേർഡ്. ഏർലിയർ നമുക്കുണ്ടായിരുന്നത് ഇൻഡേഴ്സ് 17 ഓൺ ലീസസ് ആയിരുന്നു. Now that has got replaced by Ind AS 116 on leases. Okay. So this is consequent to the introduction of IFRS 16 at international level. Okay. So ഇതാണ് നമ്മുടെ ഒരു Ind AS 116ന്റെ ഫസ്റ്റിലെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഭവം. സോ അപ്പൊ എന്താണ് ഫസ്റ്റ് IFRS 16 IAS 17 എന്നുള്ള സ്റ്റാൻഡേർഡ് മാറി ഇന്റർനാഷണൽ ലെവലിൽ IFRS 16 എന്തുകൊണ്ട് കൊണ്ടുവന്നു. സോ അത് അറിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡിലേക്ക് കടക്കാൻ വേണ്ടി. സോ ഇത് നമ്മൾ നോക്കിയാൽ എന്താണ് ലീസസ് നമുക്ക് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് ലീസ്, വാട്ട് ഈസ് ഫിനാൻസ് ലീസ്, ഇങ്ങനെ ഒരു ഗൈഡൻസ് AS 19 ആണെങ്കിലും Ind AS 17 ആണെങ്കിലും ഉണ്ടായിരുന്നു. ലെസ്സിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബിസിനസ് അതാണ്. അപ്പം അയാൾ നോക്കുവാണെങ്കിൽ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ എന്താണോ അവിടെ ഓപ്പറേറ്റിംഗ് ലീസ്, ഫിനാൻസ് ലീസ് ആയിട്ട് മിക്കവരും ക്ലാസിഫൈ ചെയ്യുന്നത് എല്ലാവരുടെയും ക്ലാസിഫിക്കേഷൻ സംഭവങ്ങളെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു. പക്ഷേ ലെസ്സിയുടെ ബുക്സ് നോക്കുവാണെങ്കിൽ ഉണ്ടായിരുന്ന വൺ ഓഫ് ദി മേജർ ഇഷ്യൂസ് ദാറ്റ് ചിലർ ഓപ്പറേറ്റിംഗ് ലീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സെയിം അറേഞ്ച്മെന്റിനെ വേറെ ചിലർ എന്ത് ചെയ്യാം, ദേ മേ ട്രീറ്റ് ഇറ്റ് ആസ് ഫിനാൻസ് ലീസ്. ഓക്കെ. സോ അപ്പൊ എന്താണ് ഫെയ്ത്ത്ഫുൾ റെപ്രസെന്റേഷൻ, കമ്പയറബിലിറ്റി, റെലവൻസ് ഓഫ് ഇൻഫർമേഷൻ, ഇതൊക്കെ എന്താണ് ഒരു കുറച്ച് അഫക്റ്റഡ് ആയിട്ട് വരും. എന്താണ് ഒരേ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് രണ്ട് പാർട്ടീസ് രണ്ട് വ്യത്യസ്ത രീതിയിൽ ഫിനാൻഷ്യൽസ് പ്രസന്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ഒരാൾ ഓപ്പറേറ്റിംഗ് ലീസും ഒരാൾ ഫിനാൻസ് ലീസുമായിട്ട് ട്രീറ്റ് ചെയ്താൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് രണ്ടുപേരുടെയും ബുക്സിൽ വരിക. സോ ഇങ്ങനെ കുറെ കൺസേൺസ് ആരുടെയാണ്, യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അടുത്ത് നിന്ന് ഉയർന്നു വന്നു. ഇനി സെക്കൻഡ് തിങ് നോക്കുവാണെങ്കിൽ നമ്മുടെ ലീസ് കോൺട്രാക്ടിനെ സംബന്ധിച്ചിടത്തോളം ലീസിന്റെ ഒരു പെക്യൂലിയർ ആസ്പെക്ട് എന്താണ്, ഒരു അസറ്റ് യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് വേറൊരാൾക്ക് കൊടുക്കുന്ന ടൈപ്പ് കോൺട്രാക്ട്സ് ആണ്. അപ്പം അസറ്റ് യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ആ അസറ്റിനെ ഇനി കൺട്രോൾ ചെയ്യാൻ പോകുന്ന ലെസ്സി ആയിരിക്കും. ഓക്കെ. അപ്പം ഫ്രെയിം വർക്ക് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഡെഫിനേഷൻ നോക്കി കഴിഞ്ഞപ്പം അവിടെ ലെസ്സിയുടെ ബുക്സിൽ ഒരു അസറ്റ് റെക്കഗ്നൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ് എപ്പോഴും ഉള്ളത് എന്നൊരു വ്യൂവും കൂടി ഉയർന്നു വന്നു. ദാറ്റ് ഈസ് ഫ്രെയിം വർക്ക് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയാൽ എന്താണ് Asset means a resource controlled by the entity from which future economic benefit can be expected. ഇവിടെ നോക്കിയാൽ ഒരു അസറ്റ് ഉണ്ട്, ഒരു റിസോഴ്സ് ഉണ്ട്. ഓക്കെ. ആ റിസോഴ്സ് കൺട്രോൾ ചെയ്യാൻ പോകുന്ന ആരാണ്, ലെസ്സിയാണ്. സോ ലെസ്സിയാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 10 years യൂസ്ഫുൾ ലൈഫുള്ള അസറ്റ് 5 വർഷം ലീസിന് കൊടുത്താൽ ഈ 5 വർഷത്തെ ബെനിഫിറ്റ് ആർക്കാണ് കിട്ടാൻ പോകുന്നത്, ലെസ്സിക്കാണ് കിട്ടുന്നത്. അത് ഉപയോഗിക്കാൻ പോകുന്നത്, അത് കൺട്രോൾ ചെയ്യുന്നത് എല്ലാം ലെസ്സിയാണ്. എന്താണ് അവിടെ റൈറ്റ് ടു യൂസ് ദാറ്റ് അസറ്റ് ഉണ്ട്. ഓക്കെ. റൈറ്റ് ടു യൂസ് ദാറ്റ് അസറ്റ് ഉണ്ട്. അത് ഇറ്റ് ഇസ് എ റിസോഴ്സ് കൺട്രോൾ ബൈ ദി എൻറ്റിറ്റി. അതിൽ നിന്നുള്ള എക്കണോമിക് ബെനിഫിറ്റ് ലെസ്സിക്കാണ് കിട്ടുന്നത്. എന്താണ് ഫ്രെയിം വർക്ക് നോക്കിയാൽ അതിനകത്തെ എന്താണ് അസറ്റിന്റെ ഡെഫിനേഷൻ മീറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം ഓപ്പറേറ്റിംഗ് ലീസിന്റെ കേസിൽ ലെസ്സിയുടെ ബുക്സിൽ ഓപ്പറേറ്റിംഗ് ലീസിന്റെ കേസിൽ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലെസ്സി കോൺട്രാക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ലീസിന് വേണ്ടി പേയ്മെന്റ്സ് നടത്തിക്കോളാം എന്ന്, ലെസറിന് പേയ്മെന്റ്സ് നടത്തിക്കോളാം എന്നൊരു സംഭവം വന്നിട്ടുണ്ട്. ആ സംഭവം പ്രോപ്പർലി ലെസ്സിയുടെ ബുക്സിൽ ഒരു ലയബിലിറ്റി ആയിട്ട് റിഫ്ലക്ട് ആയിരിക്കും. സോ ഇതെല്ലാം ഫെയ്ത്ത്ഫുൾ റെപ്രസെന്റേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അഫക്ട് ചെയ്യുന്നു എന്നൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എന്താണ് ഒരു ഡിസ്കഷൻ പേപ്പർ IASB വന്നു. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് നമ്മുടെ IFRS 16. ഓക്കെ. അപ്പൊ വന്നപ്പോ ലെസറിന് എന്താണ് അയാളുടെ ഇൻഡസ്ട്രി ഏതാണ്, അയാളുടെ ബിസിനസ് അതാണ്. സോ അയാൾക്ക് നേരത്തെ എന്തായിരുന്നു ഉണ്ടായിരുന്ന ഒരു വ്യൂ, എന്തായിരുന്നു അയാൾക്കുണ്ടായിരുന്ന ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, അതിനകത്ത് ആരും തന്നെ മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് പറഞ്ഞില്ല. ബിക്കോസ് അയാളുടെ കേസിൽ ഒരേ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് രണ്ടുപേര് രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ബിക്കോസ് അവരുടെ എല്ലാം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ലീസിന് അസറ്റ് കൊടുക്കുകയാണ്. പക്ഷേ ഇവിടെ നോക്കിയാൽ എന്താണ് ലെസ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ആവാം. സോ അപ്പം അവിടെ ഒരു ഓപ്ഷനിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നതാണെങ്കിൽ ഇങ്ങനെ വേണം, ഇന്നതാണെങ്കിൽ ഇങ്ങനെ വേണം, ഇങ്ങനെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് they had given a single accounting model for ലെസ്സി. ഏതാണ് കോൺസെപ്ഷ്യൽ ഫ്രെയിംവർക്കിലെ അസറ്റിന്റെ ഡെഫിനേഷൻ എല്ലാം നോക്കിയിട്ട് ലീസിന്റെ കാര്യത്തിൽ എന്താണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വേണ്ടത്, ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു മോഡൽ എന്താണ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് അത് അവർ പ്രിസ്ക്രൈബ് ചെയ്തു. ദാറ്റ് ഈസ് IFRS 16 ഓൺ ലീസസ്. ഇത് ഇന്റർനാഷണൽ ലെവൽ IFRS 16 has made applicable from 2019, 1st of January 2019
Consequently, we had also made it mandatory from 1/4/2019 in India. So ഇതാണ് നമ്മുടെ ലീസ് സ്റ്റാൻഡേർഡ് നോക്കിയാൽ ഒരു ബേസിക്സ് ഓവർവ്യൂ അല്ലെങ്കിൽ എന്താണ് വരാനായിട്ടുള്ള റീസൺ. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റാൻഡേർഡിനകത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ some basic concepts. So ഈ basic concepts there is a higher relevance when it comes to your Ind AS 116. അതുകൊണ്ട് എന്താണ് നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സിൽ കുറച്ച് ടൈം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ലെസറിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിന് വലിയ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ ലെസറിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് is not much more important when it comes to your examination point of view. ലെസിയുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഈ ഫണ്ടമെന്റൽ ബേസിക്സ് ഏരിയ, ദെൻ സെയിൽ ആൻഡ് ലീസ്ബാക്ക് ട്രാൻസാക്ഷൻ, ഇത്രയാണ് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഏതാണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് കൂടുതൽ റെലവൻസ് ഉള്ളത്. ബിക്കോസ് ലെസറിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നിങ്ങൾ AS 19 പഠിച്ചതിൽ നിന്ന് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വേരിയേഷൻ നമുക്ക് പറയാനായിട്ടില്ല. സോ അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വി വിൽ മൂവ് ടു ദി മീനിങ് ഓഫ് ലീസ്. ഓക്കെ, ലീസിന്റെ ഡെഫിനിഷൻ. ഓക്കെ, this has 4 parts. First one, it will be a contract or part of a contract. It will be a contract or part of a contract which conveys right to use an asset. Which conveys right to use an asset for an agreed period of time in exchange for a consideration. So ഇതാണ് ലീസിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. സോ ലീസിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കിയാൽ അതിനകത്ത് എന്താണ്, അവിടെ ഒരു കോൺട്രാക്റ്റോ പാർട്ട് ഓഫ് കോൺട്രാക്റ്റോ വരാം. ഓക്കെ, കോൺട്രാക്റ്റോ പാർട്ട് ഓഫ് കോൺട്രാക്റ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഒരു എൻറ്റയർ കോൺട്രാക്ട് മൊത്തത്തിൽ ലീസായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്നില്ല. ഒരു ട്രീറ്റിന്റെ ഒരു കോമ്പോണന്റും ലീസായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഒരു കോൺട്രാക്റ്റിനകത്ത് ലീസിന്റെ ഡെഫിനേഷൻ മീറ്റ് ചെയ്യുന്ന ഐറ്റംസും ഉണ്ട്, നോൺ ലീസ് ആയിട്ടുള്ള കോമ്പോണൻസും ഉണ്ടെങ്കിൽ നോൺ ലീസ് കോമ്പോണന്റ് സെപ്പറേറ്റ് ആയിട്ട് അത് പറയുന്ന സ്റ്റാൻഡേർഡിന്റെ റിക്വയർമെന്റ് പ്രകാരം അക്കൗണ്ട് ചെയ്യണം. ലീസ് കോമ്പോണന്റ് സെപ്പറേറ്റ്ലി നമ്മുടെ ഈ Ind AS 116 പ്രകാരം അക്കൗണ്ട് ചെയ്യണം. അതുകൊണ്ടാണ് കോൺട്രാക്ട് ഓർ പാർട്ട് ഓഫ് എ കോൺട്രാക്ട് എന്ന ഡെഫിനേഷൻ പാർട്ടിൽ തന്നെ പറയുന്നത്. സോ വിൽ സീ ദാറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഫണ്ടമെന്റലി കാണുന്ന ഡെഫിനേഷൻ. ഈ ഡെഫിനേഷൻ എന്താണ്, പഴയ Ind AS 19 ആണെങ്കിലും നമ്മുടെ Ind AS 17 ആണെങ്കിലും AS 19 ആണെങ്കിലും Ind AS 116 ആണെങ്കിലും കാര്യമായ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ബട്ട് ഇവിടെ ഒരു ലീസ്, ഒരു കോൺട്രാക്ട് ലീസ് ആണോ അല്ലയോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ ദ സ്റ്റാൻഡേർഡ് ഗീവ് സം ഗൈഡൻസ്. ഓക്കെ, സോ ഐഡന്റിഫിക്കേഷന് വേണ്ടി ഹൗ ടു ഐഡന്റിഫൈ എ കോൺട്രാക്ട് ഈസ് ഓർ കണ്ടെയ്ൻസ് ലീസ്. ഓക്കെ, അതാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള ഒരു പോയിന്റ്. സോ ലീസ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് നോക്കിയാൽ there are 3 essential characteristics for a lease contract. ഓക്കെ, ഈ ലീസ് ഐഡന്റിഫിക്കേഷന് വേണ്ടി തന്നിരിക്കുന്ന ഈ ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the fundamental issue is that we have to segregate a lease contract. We have to segregate a lease contract from a contract for service. നമ്മളൊരു സർവീസ് കോൺട്രാക്റ്റും ലീസ് കോൺട്രാക്റ്റും തമ്മിൽ സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 3 ക്രൈറ്റീരിയാസും ബേസിക്കലി നോക്കുക. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് വേണം നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള സംഭവങ്ങൾ നോക്കാൻ. സോ ഇതിനകത്ത് ഫസ്റ്റ് വൺ ഏതാണ്, ഫസ്റ്റ് വൺ, there should be an identified asset. Okay, ഒരു ഐറ്റത്തിനെ ലീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there should be, first of all, there should be an identified asset. കോൺട്രാക്റ്റിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം അവിടെ ഒരു അസറ്റിന്റെ കാര്യം. ഓക്കെ, ഒരു സർവീസ് തരാമെന്നല്ല, ഒരു സ്പെസിഫിക് അസറ്റ് ഉണ്ടാകണം. ബിക്കോസ് ഫ്രെയിംവർക്കിലെ ഡെഫിനേഷൻ എന്താണ്, ഇറ്റ് ഈസ് എ റിസോഴ്സ് കൺട്രോൾ ബൈ ദി എൻറ്റിറ്റി. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഐഡന്റിഫയബിൾ ആയിട്ടൊരു സാധനം പറയണം. അപ്പൊ അങ്ങനെ ഒരു റിസോഴ്സസ് സ്പെസിഫിക്കലി കോൺട്രാക്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ ലീസ് കോൺട്രാക്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ അത് എക്സ്പ്ലിസിറ്റ് ആവാം, ദാറ്റ് മേ ബി എക്സ്പ്ലിസിറ്റ്, ദാറ്റ് മേ ബി ഇംപ്ലിസിറ്റ്. ദാറ്റ് മേ ബി എക്സ്പ്ലിസിറ്റ്, സ്പെസിഫിക് ആയിട്ട് ഒരു കോൺട്രാക്റ്റിൽ പറയുവാണ് ഇന്ന അസറ്റ്. അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കാറിന്റെ കേസാണ്, കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ is specified. Okay, so that is explicitly stated. Implicit ആണെങ്കിൽ എന്താണ്, കാറിന്റെ മോഡല്, കാറിന്റെ എന്താണ് ബാക്കി സ്പെസിഫിക്കേഷൻ, ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ലെസറിന്റെ കയ്യിൽ അങ്ങനെ ഒരേ ഒരു അസറ്റേ ഉള്ളെങ്കിൽ that means implicitly that is stated. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സംഭവം, ഐഡന്റിഫൈഡ് അസറ്റ് ഉണ്ടാവണം. സോ ഐഡന്റിഫൈഡ് അസറ്റ് ഉണ്ടാവണം എന്ന് പറയുമ്പം ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഉണ്ട്. സപ്ലയറിന് സബ്സ്റ്റാൻഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ഉണ്ടെങ്കിൽ ഐഡന്റിഫൈഡ് അസറ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കോൺട്രാക്റ്റിൽ എന്ത് പറയുന്നുണ്ടാവും,
കറക്റ്റ് ആയിട്ടൊരു വണ്ടിയുടെ പേരോ വണ്ടീനെ ഇംപ്ലൈഡ് ആയിട്ടോ എക്സ്പ്ലിസിറ്റ് ആയിട്ടോ എങ്ങനെയെങ്കിലും സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്താണ്, കോൺട്രാക്റ്റില് സപ്ലയർക്ക് ആ അസറ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഒരു റൈറ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ റൈറ്റ് സബ്സ്റ്റാൻറ്റീവ് ഇൻ നേച്ചറും ആവും. ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ നമുക്ക് ഐഡന്റിഫൈഡ് അസറ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ എന്താണ് ഈ സബ്സ്റ്റാൻറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് എന്നുള്ള സംഭവം നമുക്ക് നോക്കാം. സബ്സ്റ്റാൻറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് സപ്ലയറിന് സബ്സ്റ്റാൻറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒന്ന്, he should have a practical ability to substitute. Okay, he should have practical ability to substitute, and he should derive economic benefit. He should derive economic benefit from that substitution. Okay, ഈ 2 കണ്ടീഷൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് സബ്സ്റ്റാൻഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ഉണ്ടെന്ന് പറയുക. ഒന്ന്, പ്രാക്ടിക്കൽ എബിലിറ്റി ടു സബ്സ്റ്റിറ്റ്യൂട്ട്, ആൻഡ് സെക്കൻഡ് വൺ, സപ്ലയർ വുഡ് ബെനഫിറ്റ് വിത്ത് economically benefit from that substitution. ഫോർ എക്സാമ്പിൾ, എനിക്ക് എന്താണ്, എനിക്ക് ഒരു ലോറി ഞാൻ എന്താണ് ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താണ് രജിസ്ട്രേഷൻ നമ്പർ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കോൺട്രാക്ടിന് എടുത്തിട്ടുണ്ട്. ദർ ഇസ് എ കോൺട്രാക്ട്. ഓക്കെ, കോൺട്രാക്ട് ടേം ഇസ് ഫോർ 5 years. 5 yearsലേക്ക് ഈ ലോറി യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണ് ഞാൻ എൻട്രി ചെയ്തത്. ഈ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തേക്കുമ്പം ഇതിന്റെ സപ്ലയർ, ഓക്കെ, this supplier has similar 5 lorries. Okay, supplier has similar 5 lorry. Okay, ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് തന്നേക്കുന്ന ലോറിയിൽ 2 ടൺ ആണ് കപ്പാസിറ്റി. ഓക്കെ, വെയിറ്റ് കൊണ്ടുപോകുന്നത്. ഓക്കെ, സപ്ലയറിന് ബാക്കിയുള്ള ചില ലോറിയിലൊക്കെ 1.5 ടൺ ആണ് കപ്പാസിറ്റി എന്ന് വിചാരിക്കാം. നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പർപ്പസിന് വേണ്ടി ഈ സാധനം, ഈ ഒരു അസറ്റിന്റെ കേസിൽ ഇടയ്ക്ക് വെച്ച് ഈ ഒരു കോൺട്രാക്റ്റിൽ ഒരു ടേം എഴുതി വെച്ചിട്ടുണ്ട്. ദർ ഇസ് എ റൈറ്റ് ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ. സപ്ലയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഈ ലോറി വേറെ ഏതെങ്കിലും ലോറി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ട്. വിത്തൗട്ട് കൺസൾട്ടിങ് ദി കസ്റ്റമർ. ഓക്കെ, കസ്റ്റമറോട് ഒന്നും ചോദിക്കാതെ തന്നെ അയാൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ എന്താണ്, അയാൾക്ക് 2 ടൺ വരെ എത്രയാണോ ലോഡ് കൊണ്ടുപോകേണ്ടത് ആ ലോഡ് കൊണ്ടുപോകാനായിട്ടുള്ള രീതിയിൽ അവിടെ ലോറി ഉണ്ടാവണം. അതിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ടുള്ള രീതിയിലും വരരുത്. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ കസ്റ്റമറുടെ കൺസെന്റ് ഒന്നും എടുക്കേണ്ട ഒരു ലോറി മാറുന്നു. ഓക്കെ, അപ്പൊ എന്താണ്, ഇയാളെ ഈ ട്രാൻസ്പോർട്ടറെ വിളിച്ചിട്ട് പറയുകയാണ്, എന്ത്, ഇപ്പം ഞങ്ങൾക്കൊരു 2 ടണ്ണിന്റെ ഒരു ലോറിയുടെ ആവശ്യമുണ്ട്. ഇയാളുടെ കയ്യിൽ 2 ടണ്ണിന്റെ ലോറിയുണ്ട്, 1.5ന്റെ ലോറിയുണ്ട്. ഈ സിറ്റുവേഷൻ എല്ലാം വന്നു. അപ്പൊ എന്താണ്, ഇയാൾക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയുള്ള റൈറ്റ് ഉള്ളതുകൊണ്ട് 2 ടണ്ണിന്റെ ഒറ്റ ലോറിയെ ഞങ്ങൾക്ക് തരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ കോൺട്രാക്ട് മതി എന്ന് പറയുക. അപ്പൊ എന്താണ്, ഇയാള് ഇതൊരു ലോങ് ടൈം ട്രിപ്പാണ്. അപ്പം പുള്ളിക്ക് നല്ല രീതിയിൽ ക്യാഷ് കിട്ടുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യും, പുള്ളി എനിക്ക് തന്നേക്കുന്ന ലോറി പുള്ളിക്ക് അയാൾക്ക് മറിക്കാനായിട്ട് പറ്റും. ഈവൻ ഇഫ് എനിക്ക് 2 ടൺ കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ വന്നാൽ 1.5 ടണ്ണിന്റെ 2 ലോറി വേണമെങ്കിൽ അയാൾ ചിലപ്പോൾ വിട്ടു തരും. ഇതിന്റെ ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിൽ അയാൾക്ക് മറ്റേതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ നോക്കിയാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അസറ്റ് പറഞ്ഞാൽ പോലും ആ അസറ്റ് എങ്ങനെ യൂസ് ചെയ്യണം, ആ അസറ്റിൽ നിന്നൊരു ബെനിഫിറ്റ് നമുക്കല്ലാതെ വേറൊരു പാർട്ടിക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ആരാണോ സപ്ലയർ അയാൾക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ക്ലോസ് ആ ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടെങ്കിൽ control of that asset is not with us, that is with the supplier itself. Because എന്താ, സപ്ലയറിന് എപ്പോഴാണോ അയാൾക്ക് ഇക്കണോമിക് ബെനിഫിറ്റ് വരുന്ന ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ ഈ അസറ്റ് മാറ്റി വേറൊരു അസറ്റ് നമുക്ക് തരാൻ പറ്റും. അപ്പൊ എന്താ, ഒരു സ്പെസിഫൈഡ് അസറ്റ് കിട്ടാനായിട്ടുള്ളതാണോ, ഒരു റൈറ്റ് ആണോ, അതെയോ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ സർവീസ്, ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആണോ നമുക്ക് കിട്ടുന്നത്? ഇവിടെ നമുക്ക് ഒരു സ്പെസിഫിക് അസറ്റ് യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് അല്ല, ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് മാത്രമാണ് കിട്ടുന്നത്. Therefore, ഐഡന്റിഫൈഡ് ആയിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഐഡന്റിഫൈഡ് ആയിട്ട് അസറ്റ് ഉണ്ടെങ്കിൽ പോലും സബ്സ്റ്റാൻഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് സപ്ലയറിനുണ്ടെങ്കിൽ that is not a lease. There is no identified asset. ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. സോ നമുക്ക് എന്താണ്, വിൽ ടേക്ക് വൺ എക്സാമ്പിൾ. എന്താണ്, എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അവര് പ്രൈവറ്റ് ക്ലൗഡ് സർവീസ് ആണ് കൊടുക്കുന്നത്. അവര് ഒരു പാർട്ടിക്ക് എന്ത് ചെയ്തു, അവരൊരു സ്പെസിഫൈഡ് സെർവർ, ഓക്കെ, ഇവിടെ സ്പെസിഫൈഡ് അസറ്റ് ആണ്, ഐഡന്റിഫൈഡ് അസറ്റ് ആണ്, സെർവർ 10 എന്ന് പറയുന്നത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റൈറ്റ് കൊടുത്തു. അയാൾക്ക് എന്തുണ്ട്, ഇതുപോലത്തെ തന്നെ ഇഷ്ടം പോലെ ഐഡന്റിക്കൽ സെർവർ ഉണ്ട്.
അതും ഒറ്റ ലൊക്കേഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി എന്താണ്, ഈ സാധനം എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് വേറൊരു സെർവറുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വിത്തൗട്ട് കസ്റ്റമേഴ്സ് കൺസേൺ. ഓക്കെ, ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിലൂടെ പുള്ളിക്ക് എന്ത് പറ്റും? ഹി ക്യാൻ ഒപ്റ്റിമൈസ് ദി പെർഫോമൻസ് അറ്റ് എ നോമിനൽ കോസ്റ്റ്. സോ ഇവിടെ എന്താണ്, സെർവർ 10 എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് കോൺട്രാക്റ്റിൽ. പക്ഷെ എന്താണ്, ഹീസ് ഹാവിങ് എ പ്രാക്ടിക്കൽ എബിലിറ്റി ടു സബ്സ്റ്റിറ്റ്യൂട്ട്. ശരിയാണോ? ഹീസ് ഹാവിങ് പ്രാക്ടിക്കൽ എബിലിറ്റി ടു സബ്സ്റ്റിറ്റ്യൂട്ട്. എന്തുകൊണ്ടാണ്? ഐഡന്റിക്കൽ ആയിട്ടുള്ള കുറെ സെർവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷനുള്ള പ്രാക്ടിക്കൽ എബിലിറ്റി ഉണ്ട്. നമ്മളോട് കൺസൾട്ട് ചെയ്യാതെ തന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ദെർഫോർ ദർ ഇസ് എ പ്രാക്ടിക്കൽ എബിലിറ്റി ടു സബ്സ്റ്റിറ്റ്യൂട്ട്. സെക്കൻഡ് വൺ, ഇതുകൊണ്ട് എന്ത് ചെയ്യും? ദേ ക്യാൻ ഒപ്റ്റിമൈസ് ദി ഇക്കണോമിക് പെർഫോമൻസ്. ദാറ്റ് മീൻസ് എന്താണ്, ദർ ഇസ് ആൻ ഇക്കണോമിക് ബെനിഫിറ്റ് ടു ദി സപ്ലയർ. അപ്പൊ എന്താണ്, പ്രാക്ടിക്കൽ എബിലിറ്റി ഉണ്ട്, ഇക്കണോമിക് ബെനിഫിറ്റും ഉണ്ട്. സോ എന്താണ്, ദിസ് സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആർ സബ്സ്റ്റാൻറ്റീവ്. ദിസ് സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആർ സബ്സ്റ്റാൻറ്റീവ്. അതുകൊണ്ട് there is no identified asset. There is no identified asset. You have to consider no identified asset. You have to consider it as only a service contract. Okay, private cloud service വേണ്ടി എടുത്തേക്കുന്ന ഒരു സർവീസ് ആയിട്ട് മാത്രമേ നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതേ സിറ്റുവേഷൻ നമുക്ക് വിത്ത് എ മോഡിഫിക്കേഷൻ. എന്താണ്, സെർവർ 10 എന്ന് പറയുന്ന ഈ സെർവർ ആണ് ഒരു കസ്റ്റമൈസ് സെർവർ ആണ്. ഈ സാധനം എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഹി ഡസ് നോട്ട് ഹാവ് എനി പ്രാക്ടിക്കൽ എബിലിറ്റി ടു സബ്സ്റ്റിറ്റ്യൂട്ട്. ബിക്കോസ് എന്താ, കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് ബാക്കിയുള്ള സെർവർ ഐഡന്റിക്കൽ അല്ല. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഒരു പ്രാക്ടിക്കൽ എബിലിറ്റി ഇല്ല. ഇവിടെ ഐഡന്റിക്കൽ സെർവേഴ്സ് അല്ല, ദിസ് ഇസ് എ കസ്റ്റമൈസ്ഡ് സെർവർ. സോ ഇതിൽ നിന്ന് പുള്ളിക്ക് എന്ത് ചെയ്യാനും പറ്റില്ല? ഇക്കണോമിക് ബെനിഫിറ്റും സബ്സ്റ്റിറ്റ്യൂഷൻ വഴി കിട്ടണമെന്നില്ല. അപ്പം കോൺട്രാക്റ്റിനകത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് പറയുന്നുണ്ട്. പക്ഷേ സിറ്റുവേഷൻ എന്താണ്, ഇവിടെ പുള്ളിക്ക് ഉള്ള അസറ്റ് കസ്റ്റമൈസ്ഡ് ആണ്. പുള്ളിക്ക് അതിൽ നിന്ന് പ്രാക്ടിക്കൽ എബിലിറ്റി ഇല്ല. അതുകൊണ്ട് എന്ത്, വേറെ സെർവറുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടും പുള്ളിക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാലും ഇക്കണോമിക് ബെനിഫിറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പം ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ എന്താണ്, this is not substantive. This is not substantive and there will be an identified asset. There will be an identified asset because എന്താണ്, ഇവിടെ പ്രാക്ടിക്കൽ എബിലിറ്റി ടു സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഡിറൈവ് ഇക്കണോമിക് ബെനിഫിറ്റ് സപ്ലയറിന് ഇല്ല. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് സപ്ലയറിന് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ വേണ്ടി സപ്ലയറിന് ഒരു പ്രാക്ടിക്കൽ എബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സബ്സ്റ്റാൻഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ ഇതാണ് നമ്മുടെ സബ്സ്റ്റാൻഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സിന്റെ ഒരു സിറ്റുവേഷൻ. ഇനി സെക്കൻഡ് വൺ നമ്മൾ നോക്കിയാൽ, സെക്കൻഡ് കണ്ടീഷൻ ഇസ് ദാറ്റ് the customer should have right to obtain economic benefit from use. Okay, കസ്റ്റമറിന് റൈറ്റ് ടു ഗെറ്റ് ഇക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. യൂസിൽ നിന്ന് കിട്ടുന്ന ഇക്കണോമിക് ബെനിഫിറ്റ് ആർക്കായിരിക്കണം? ആരാണോ കസ്റ്റമർ അയാൾക്കായിരിക്കണം. സോ ഇക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ ആ ഒരു കോൺട്രാക്റ്റിന്റെ സ്കോപ്പ് ഉള്ളത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എന്നുള്ള ആ ഒരു പീരിയഡിൽ യൂസ് ചെയ്യുന്ന ആ ഒരു വിത്തിൻ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്ന ബെനിഫിറ്റ് ആണ് നോക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഒരു കാർ നമ്മൾ ഏതിനെടുത്തു? ലീസിനെടുത്തു. അത് 1 lakh കിലോമീറ്റർ ഓടാൻ പാടുള്ളൂ, അതിനുശേഷം ഓടാൻ പാടില്ല. മീൻസ് 1 lakh കിലോമീറ്റേഴ്സ് ആണ് അതിന്റെ ലീസിനകത്ത് പറഞ്ഞിരിക്കുന്ന റെസ്ട്രിക്ഷൻ എങ്കിൽ 1 lakh വരെയുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കിയാൽ. സോ ദാറ്റ് ഈസ് ഇക്കണോമിക് ബെനിഫിറ്റ് ഫ്രം യൂസ്. എന്താണോ വിത്തിൻ ദി സ്പെസിഫൈഡ് കണ്ടീഷൻസ് ആ ബെനിഫിറ്റ്സ് നമുക്ക് തന്നെയാണോ കിട്ടുന്നത് യൂസിൽ നിന്നുള്ള. അതായത് ആസെറ്റ് ഹോൾഡ് ചെയ്യുന്നതിലൂടെ ആവാം, ആസെറ്റ് യൂസ് ചെയ്യുന്നതിലൂടെ ആവാം, ആസെറ്റ് എന്താണ് സബ്ലീസ് ചെയ്യുന്നതിലൂടെ ആവാം. അങ്ങനെ എന്ത് ബെനിഫിറ്റ് കിട്ടിയാലും ഈ പറയുന്ന ലീസ് ടേമിൽ യൂസേജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ബെനിഫിറ്റ് ആർക്കാണോ കിട്ടുന്നത് അത് സപ്ലയറിനായിരിക്കും. ഓക്കെ, അവിടെ നോക്കുമ്പോൾ ചില കണ്ടീഷൻസ് കാണാം. ചിലപ്പോൾ എന്താ, ഒരു റവന്യൂവിന്റെ പോർഷൻ, ആ അസറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഒരു റവന്യൂവിന്റെ പോർഷൻ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ ലെസറിന് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സപ്ലയറിന് കൊടുക്കേണ്ടി വരും. ഓക്കെ, ആ സിറ്റുവേഷനിൽ ഇക്കണോമിക് ബെനിഫിറ്റ് ആർക്കാ ഡിറൈവ് ചെയ്യുന്നത്? ലെസിക്കാണോ, കസ്റ്റമറിനാണോ, സപ്ലയറിനാണോ നമ്മൾ നോക്കണം. അവിടെ ക്ലിയർ കട്ട് ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ ഇക്കണോമിക് ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറിനാണ്. ആ ഇക്കണോമിക് ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്, അല്ലെങ്കിൽ ആ ഒരു അസറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള റൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു വേരിയബിൾ പേയ്മെന്റ്, ആ ഒരു റവന്യൂ ഷെയറിംഗ് നടക്കുന്നത്. അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇക്കണോമിക് ബെനിഫിറ്റ് ലെസിക്കല്ല, കസ്റ്റമറിനല്ല കിട്ടുന്നത് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. സോ ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. റൈറ്റ് ടു ഒബ്റ്റെയിൻ സബ്സ്റ്റാൻഷ്യലി ഓൾ ഇക്കണോമിക് ബെനിഫിറ്റ് ആർക്കായിരിക്കണം? കസ്റ്റമറിനായിരിക്കണം. ഫോർ എക്സാമ്പിൾ, വിൽ ടേക്ക് ആൻ എക്സാമ്പിൾ. ഇവിടെ
കമ്പനി എ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അവരെന്താണ് 10 വർഷത്തെ എൻ്റെ കോൺട്രാക്ട്, ഓക്കെ, അവരുമായിട്ട് ഒരു 10 വർഷത്തെ കോൺട്രാക്ട് കമ്പനി ബി, ഓക്കെ, പവർ കമ്പനി ബി ആയിട്ട് എൻ്റർ ചെയ്യുന്നു. ഒരു സോളാർ ഫാം അവർക്കുണ്ട്. ആ സോളാർ ഫാം യൂസ് ചെയ്യാനായിട്ടുള്ള അതിന്റെ റൈറ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, അതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ എനർജി ജനറേറ്റ് ചെയ്യുന്നതും സോളാർ ഫാമിനായിരിക്കും. സോറി, എന്താണ്, കമ്പനി എക്ക് ആയിരിക്കും. സോ ഈ കേസിൽ നമ്മൾ നോക്കിയാൽ ബി ആണ് ഓണർ, പവർ കമ്പനി. ഓക്കെ, അപ്പൊ എന്താണ്, ഇൻകം ടാക്സിലെ ക്രെഡിറ്റ് മുഴുവൻ അവർക്കാ കിട്ടുക. ഫോർ എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ ബെനിഫിറ്റ്, ഇതൊക്കെ ആർക്കാ കിട്ടുക? ബി എന്ന് പറയുന്ന ഓണർക്കാണ്, ലീഗൽ ഓണർക്കാണ് കിട്ടുക. പക്ഷേ എക്ക് എന്ത് കിട്ടും? റിന്യൂവബിൾ എനർജി ക്രെഡിറ്റ്സ് കിട്ടും. ഓക്കെ, സോളാർ ഫാം ഉപയോഗിക്കുന്നതിൽ നിന്ന് ഫ്രം യൂസ് എന്താണോ സോളാർ ഫാമിന്റെ വരുന്നത്, ആ ഒരു റിന്യൂവബിൾ എനർജി ക്രെഡിറ്റ് ആർക്കാണ് വരുന്നത്? ദാറ്റ് ഈസ് ടു കമ്പനി എ. ഓക്കെ, ഇവിടെ സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം യൂസ്, റൈറ്റ് ടു സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം യൂസ് ആർക്കാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നോക്കിയാൽ എന്താണ്, ഇവിടെ രണ്ട് എൻറ്റിറ്റീസ് ഉണ്ട്. ദർ ഇസ് എ ആൻഡ് ദർ ഇസ് ബി. ബി ആണ് ആക്ച്വൽ ഓണർ, എ ആണ് കസ്റ്റമർ. സോ ബിയുടെ കേസ് നോക്കിയാൽ എന്താണ്, ടാക്സ് ക്രെഡിറ്റ് ആണ് അവർക്ക് കിട്ടുന്ന ആകെയുള്ള ബെനിഫിറ്റ്. എയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പവർ ജനറേറ്റഡ് വിൽ ബി റിസീവ്ഡ് ബൈ ഹിം, ദാറ്റ് ഈസ് ബൈ യൂസേജ്. ദെൻ ആ യൂസേജിന് ഇൻസിഡന്റൽ ആയിട്ട് കിട്ടുന്നതാണ് ഏത്? റിന്യൂവബിൾ എനർജി ക്രെഡിറ്റ്. റിന്യൂവബിൾ എനർജി ക്രെഡിറ്റ് ദാറ്റ് ഈസ് ഓൾസോ അക്രൂസ് ടു എ. സോ എന്താണ്, ഇത് രണ്ടും യൂസേജിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. ദിസ് ഇസ് റിലേറ്റഡ് ടു ഓണർഷിപ്പ് ഓൺലി. ഓക്കെ, ഈ ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. സോ ഈ ഒരു ബെനിഫിറ്റ് മാത്രം സപ്ലയറിന് കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇക്കണോമിക് ബെനിഫിറ്റ് ബിക്കില്ല, സോറി എക്കില്ല എന്ന് പറയാൻ പാടില്ല. ഇവിടെ എന്താണ്, സബ്സ്റ്റാൻഷ്യലി ഓൾ ഇക്കണോമിക് ബെനിഫിറ്റ് ഫ്രം യൂസ് ദാറ്റ് ഈസ് വിത്ത് എ. ഓക്കെ, ഇതാണ് ഈ ഒരു സിറ്റുവേഷൻ. സോ എന്താണ്, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയാൽ റൈറ്റ് ടു ഡയറക്റ്റ് യൂസ്. റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസറ്റിൽ നിന്ന് നമുക്ക് എന്താണോ, ഈ അസറ്റ് എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത്, ആ റൈറ്റ്സ് ആർക്കായിരിക്കണം? കസ്റ്റമറിനായിരിക്കണം. എങ്കിൽ മാത്രമേ ലീസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ആ അസറ്റ് എങ്ങനെ ഉപയോഗിക്കണം, ആ അസറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്നത് ആർക്ക്? ഈ രണ്ട് ക്രൈറ്റീരിയയാണ് ആക്ച്വലി ഏത്, നമ്മുടെ കൺട്രോൾ എന്നുള്ളത് തീരുമാനിക്കുന്ന ക്രൈറ്റീരിയസ്. ഇതാണ് കൺട്രോൾ എന്ന് പറയുന്ന എലമെന്റ് തീരുമാനിക്കുന്നത്. റൈറ്റ് ടു കൺട്രോൾ അസറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്ന രണ്ട് കണ്ടീഷൻസ് ആണിത്. റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇക്കണോമിക് ബെനിഫിറ്റ് ഫ്രം യൂസ്, റൈറ്റ് ടു ഡയറക്റ്റ് ദി യൂസ്. ഇത് രണ്ടും കസ്റ്റമറിനാണെങ്കിൽ അവിടെ കൺട്രോൾ എന്ന് പറയുന്ന എലമെന്റ് പ്രസന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് കേസിൽ എന്താണ്, ഐഡന്റിഫൈഡ് അസറ്റ്. അവിടെ എന്താണ്, ഐഡന്റിഫൈഡ് അസറ്റ് ഉണ്ടെങ്കിൽ, ഒരു റിസോഴ്സ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സാധനം എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ എലമെന്റ് ആണ് ഫസ്റ്റ് നോക്കിയത്. ബാക്കി രണ്ട് ക്രൈറ്റീരിയസ് എന്താണ്, കൺട്രോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചെക്കാണ്. ഓക്കെ, അപ്പൊ റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇക്കണോമിക് ബെനിഫിറ്റ് നമുക്കാണ്, റൈറ്റ് ടു ഡയറക്റ്റ് യൂസും കസ്റ്റമറിനാണ്. ഇത് രണ്ടും കസ്റ്റമറിന്റെ കയ്യിലാണെങ്കിൽ ആൻഡ് ഐഡന്റിഫൈഡ് അസറ്റും ഉണ്ടെങ്കിൽ ദെൻ ദാറ്റ് ഇസ് എ ലീസ് കോൺട്രാക്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയാൽ ഇതിനകത്ത് കസ്റ്റമറിന് റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ഉണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന എന്തിന്റെ ബേസിലാണ്? ഹൗ ആൻഡ് ഫോർ വാട്ട് പർപ്പസ് ദി അസറ്റ് ഇസ് ടു ബി യൂസ്ഡ്. ഇത് കസ്റ്റമർ ആണ് ഡിസൈഡ് ചെയ്യുന്നതെങ്കിൽ കസ്റ്റമറിന് എന്തുണ്ട്? റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ഉണ്ട്. എന്തിനു ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, എന്ത് പർപ്പസിന് ഉപയോഗിക്കണം. ഈ സാധനം യൂസ് ചെയ്യുന്ന ആരാണോ, ഈ ജഡ്ജ്മെന്റ് ആരാണോ എടുക്കുന്നത്, അവർക്കാണ് ഡയറക്ഷൻ ടു യൂസ് അല്ലെങ്കിൽ കൺട്രോൾ ഉള്ളത്. അപ്പൊ എന്താണ്, അതാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട ആസ്പെക്ട്. സെക്കൻഡ് ആസ്പെക്ട് എന്താണ്, ചില മെഷീനറി നോക്കിയാൽ അതിന്റെ ഡയറക്ഷൻസ് ഹൗ ടു യൂസ് ദിസ് അത് പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. പ്രീ ഡിഫൈൻഡ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ്, റൈറ്റ് ടു ഓപ്പറേറ്റ്. അത് കസ്റ്റമറുടെ കയ്യിലാണ്. ആസെറ്റ് എന്താണ്, ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് കസ്റ്റമറുടെ കയ്യിലാണോ? കസ്റ്റമർ ആണോ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതോ വേറെ ആരെങ്കിലും ആണ്? ഓക്കെ, കസ്റ്റമറിനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, പ്രീ ഡിഫൈൻഡ് ആണ് അസറ്റിന്റെ യൂസേജ്. എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളത് കസ്റ്റമർ ആ തീരുമാനിക്കാൻ പോകുന്നത്. ബിക്കോസ് ഓപ്പറേറ്റ് ചെയ്യണോ വേണ്ടോ ഈ സാധനങ്ങളൊക്കെ ആരാ തീരുമാനിക്കാൻ പോകുന്ന? കസ്റ്റമർ ആണ്. അപ്പം റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ഉണ്ട്. റൈറ്റ് ടു ഓപ്പറേറ്റിംഗ് കസ്റ്റമറുടെ കയ്യിൽ അല്ലെങ്കിൽ എന്ത് നോക്കണം, ഈ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു യൂസേജ് ഉണ്ടല്ലോ, ഈ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള യൂസേജ് ആരെങ്കിലും ആയിരിക്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഡിസൈൻ ഇസ് ഡൺ ബൈ കസ്റ്റമർ. ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ എന്താണ്, റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് കസ്റ്റമറിന്റെ കയ്യിലാണ്. ഇതല്ല സിറ്റുവേഷൻ എങ്കിൽ ദെൻ
റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ഇസ് വിത്ത് someone else. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റത്തില്ല, ലീസ് കോൺട്രാക്ട് ആണ്, അല്ലെങ്കിൽ ഒരു പാർട്ട് ലീസ് ആണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇതാണ് നമ്മുടെ മേജർ 3 ക്രൈറ്റീരിയ. ഐഡന്റിഫൈഡ് ആസ് റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇക്കണോമിക് ബെനിഫിറ്റ് ഫ്രം യൂസ്, റൈറ്റ് ടു ഡയറക്റ്റ് യൂസ്. ഈ റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് വരുമ്പോഴും ഹൗ ആൻഡ് ഫോർ വാട്ട് പർപ്പസ് ഇത് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ എന്താണ്, ചില റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ട് കോൺട്രാക്ട്. ഇപ്പൊ എന്താ സിറ്റുവേഷൻ നമ്മൾ നോക്കണം. ഈ റെസ്ട്രിക്ഷൻസ് ആരാണോ സപ്ലയർ, അയാളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ് ആണെങ്കിൽ, അയാളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ് ആണെങ്കിൽ എന്താണ്, കുഴപ്പമില്ല, റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ിനകത്ത് ഇഫക്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ ഒരു 5 വർഷത്തെ അസറ്റ് ലീസിന് എടുക്കുന്നു. 5 വർഷം കഴിയുമ്പം എന്താണോ അസറ്റിന് പിന്നീട് യൂസ്ഫുൾ ലൈഫ് ഉള്ളത്, പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ആ രീതിയിൽ തന്നെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി അയാളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ക്ലോസ് ഉണ്ടെങ്കിൽ ആ ക്ലോസസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റൈറ്റ് ടു ഡയറക്റ്റ് യൂസിന് എഗെയിൻസ്റ്റ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റും. സോ അതാണ് നമ്മുടെ അടുത്തത്. പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ് ആണ്. സപ്ലയറിന്റെ പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ് ഇൻക്ലൂഡഡ് ആണ് ഈ റൈറ്റ് ടു ഡയറക്റ്റ് യൂസിൽ അഫക്റ്റ് അത് അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ വിൽ ടേക്ക് വൺ എക്സാമ്പിൾ. ദർ ഇസ് വൺ കമ്പനി എ ലിമിറ്റഡ്. ഈ എ ലിമിറ്റഡ് എന്തുണ്ട്, അവര് എസ് ലിമിറ്റഡിന്റെ ഒരു വെഹിക്കിൾ എടുത്തു 5 ഇയറിന്. വെഹിക്കിളിന്റെ നമ്പർ ഉണ്ട്, സോ ദാറ്റ് ഈസ് ഐഡന്റിഫൈഡ് അസറ്റ്. ഇതെന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ഇല്ല, കനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് വെഹിക്കിൾ അൺലെസ് ഇറ്റ് ഈസ് ഓപ്പറേഷൻ. ഇതെന്താണ്, സബ്സ്റ്റാൻഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് അല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള സർവീസ് റെൻഡർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ക്ലോസ് ആണ്. എ ലിമിറ്റഡ് ഓപ്പറേറ്റ്സ്, എ ലിമിറ്റഡ് ആണ് അസറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്താണ്, അപ്പൊ എന്താണ്, റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് നമുക്ക് തന്നെയായിരിക്കും. ബിക്കോസ് ഒരു കാറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രീ ഡിഫൈൻഡ് യൂസ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് ഇത് ചെയ്യാനായിരിക്കും. അതിന്റെ കേസിൽ എന്താണ്, കാറിന്റെ ട്രാവൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ആണ് ഈ ഡിസിഷൻ എപ്പോ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ, ഹൗ ആൻഡ് ഫോർ വാട്ട് പർപ്പസ്, ഹൗ ആൻഡ് ഫോർ വാട്ട് പർപ്പസ് ഇതാരാണ്, ഇത് കസ്റ്റമർ തന്നെയാണ്, എ തന്നെയാണ്. സോ എന്താണ്, ഇവിടെ നമ്മൾ നോക്കിയാൽ എന്തുണ്ട്, ഐഡന്റിഫൈഡ് ആയിട്ട് അസറ്റ് ഉണ്ട്, ഹൗ ആൻഡ് ഫോർ വാട്ട് പർപ്പസ് ഉണ്ട്. ഈ കാറ് ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്, ഈ എൻറ്റിറ്റിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് അവിടെ എന്താണ്, റൈറ്റ് ടു ഗെറ്റ് ഇക്കണോമിക് ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. ഓക്കെ. സോ പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്, കോൺട്രാക്റ്റിൽ ഒരു ചെറിയ കണ്ടീഷൻ ഉണ്ട്. ഒരു മോഡിഫിക്കേഷൻ, വണ്ടിയിലെ മോഡിഫിക്കേഷൻസ് എസ് ലിമിറ്റഡിന്റെ പെർമിഷൻ ഇല്ലാതെ നടത്താൻ പാടില്ല. അതുപോലെ തന്നെ കേരളം വിട്ട് ഈ വണ്ടി പോകാനും പാടില്ല. ഇങ്ങനെ 2 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്യാം, ഈ ഒരു 2 കണ്ടീഷൻ. ഇപ്പം കേരളം വിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താണ്, ടാക്സി രജിസ്ട്രേഷൻ ആയിരിക്കും, ടാക്സി ബാഡ്ജോ എന്ന് ഈ എന്താണ് ഇന്റർ സ്റ്റേറ്റ് ട്രാവലിന് വേണ്ടിയുള്ള എന്തെങ്കിലും കണ്ടീഷനോ സംഭവങ്ങളോ കാണും. അതൊന്നും പാലിച്ചിട്ടുള്ള, അതിനുള്ള സംഭവങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. സെക്കൻഡ് വൺ ഏതാണ്, മോഡിഫിക്കേഷൻ നടത്താൻ പാടില്ല. മോഡിഫിക്കേഷൻ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ, അതും സപ്ലയറിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനാണ്. സോ ഈ 2 കണ്ടീഷൻസ് നോക്കിയാൽ ദീസ് ആർ പ്രൊട്ടക്റ്റീവ് കവനൻസ്, ദീസ് ആർ പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ് ആണ്. അപ്പം ദിസ് ഇസ് നോട്ട് ഹാവിങ് എനി ബെയറിംഗ് ഓൺ ദിസ്. എന്താണ്, റൈറ്റ് ടു ഡയറക്റ്റ് യൂസിൽ ഒരു ബെയറിംഗും ഇല്ല. സോ റൈറ്റ് ടു ഡയറക്റ്റ് ദ യൂസ് ഇസ് വിത്ത് എ ലിമിറ്റഡ് ഇറ്റ്സെൽഫ്. ഓക്കെ. ഇനി നമുക്ക് എന്താണ്, ഈ 3 ക്രൈറ്റീരിയ ചെക്ക് ചെയ്തിട്ട് ലീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ എന്താണ്, ഇവിടെ നോക്കിയാൽ സി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്. സി ലിമിറ്റഡ്, ഓക്കെ, അവർക്ക് 5 വർഷത്തെ കോൺട്രാക്റ്റിൽ ടി ലിമിറ്റഡുമായിട്ട് എൻ്റർ ചെയ്തു. എന്തിനാണ്, അവരുടെ ഒരു മിനി ബസ്, അവർക്ക് 10 മിനി ബസ് ഉണ്ട്, അതിൽ ഒരെണ്ണം യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഓക്കെ. ഓരോ മിനി ബസിന് 20 സീറ്റും ഉണ്ട്. എന്താണ്, ഐഡന്റിക്കലുമാണ്. ഓക്കെ. ഈ സമയത്ത് എല്ലാം എന്താണ്, ഡ്യൂറിങ് ദ പീരിയഡ് ടി ലിമിറ്റഡ് ആണ് സിയുടെ എംപ്ലോയീസിനെ പിക്കപ്പ് ചെയ്യുന്നതും അവരെ ഡ്രോപ്പ് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതിന് ശേഷം. ഓക്കെ. ഇതിനിടയിലുള്ള പീരിയഡിൽ ഈ വണ്ടി എവിടെയായിരിക്കും, ടിയുടെ പ്രമൈസസിലായിരിക്കും ചെന്ന് കിടക്കുക. അപ്പൊ എന്താണ്, ഇവിടെ ടിയോട് എന്താ പറയുന്നത്, സി ലിമിറ്റഡ് എപ്പോ ആവശ്യപ്പെട്ടാലും നമ്മൾ വണ്ടി കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇവർക്ക് 10 വണ്ടിയുണ്ട്, ഏത് വണ്ടിയായാലും കുഴപ്പമില്ല. എന്താണ്, ഫസ്റ്റ് വണ്ണിൽ തന്നെ പോയി, ഐഡന്റിഫൈഡ് അസറ്റ് ഇല്ല, സബ്സ്റ്റാൻഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ഉണ്ട്. ഐഡന്റിഫൈഡ് അസറ്റ് ഇസ് നോട്ട് ദർ, സബ്സ്റ്റാൻഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് നോക്കിയാൽ എന്തുണ്ട്, പ്രാക്ടിക്കൽ എബിലിറ്റി ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ
ഇക്കണോമിക് ബെനിഫിറ്റ് അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാനും പുള്ളിയെ കൊണ്ട് പറ്റും. ദാറ്റ് മീൻസ് ദർ ആർ സബ്സ്റ്റാൻഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ്. Therefore, this is not a lease. This is not a lease. This cannot be considered as a lease. ഇതെന്താണ്? This is a transportation service. This is just a transportation service. This is a contract for transportation service only. This is not a lease. This is cannot be considered as a lease. Okay. ഇനി എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ലീസ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഒരു ഐ എന്ന് പറയുന്ന ഒരു കസ്റ്റമർ ഉണ്ട്. അവര് 4 വർഷത്തെ ഒരു കോൺട്രാക്ട്, ഓക്കെ, ഒരു ഷിപ്പ്, ഐഡന്റിഫൈഡ് ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? ഐഡന്റിഫൈഡ് അസറ്റ് ഉണ്ട്. ഓക്കെ, he has the liberty to decide when the voyage should happen and what type of cargo to be loaded. അപ്പൊ എന്താണ്? When the voyage happen and what type of cargo to be used, how and for what purpose, how and for what purpose the asset to be used. ഇത് ആരുടെ കയ്യിലാണ്? ഇവിടെ നോക്കിയാല് ഇവിടെ ഐ അല്ല, ദിസ് ഇസ് ടി അല്ല, ഐ ആണ്. ഐക്കാണ് ഈ റൈറ്റ് ഉള്ളത് എന്നുള്ള രീതിയിലാണ്. കസ്റ്റമർ ഐക്കാണ്. ഐ ഹാസ് ദ ലിബർട്ടി ടു ഡിസൈഡ് voyage, when the voyage should happen and what type of cargo to be loaded. How and for what purpose ആരുടെ കയ്യിലാണ്? ഐയുടെ കയ്യിലാണ്. ഐഡന്റിഫൈഡ് ആയിട്ടുള്ള അസറ്റ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ നിൽക്കുന്നു. ഇനി എന്താണ്? ഈ സാധനം എപ്പോഴാണ് വോയേജ് നടക്കേണ്ടത്, എന്ത് ടൈപ്പ് ഓഫ് കാർഗോ ഇതിനകത്ത് ലോഡ് ചെയ്യണം, ഇതൊക്കെ ഐയുടെ കയ്യിലാണ്. ദാറ്റ് മീൻസ് ഇക്കണോമിക് ബെനിഫിറ്റ് ആർക്ക് തന്നെയായിരിക്കും കിട്ടുന്നത്? ഐക്ക് തന്നെയായിരിക്കും. സോ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. സോ ബാക്കിയുള്ള സിറ്റുവേഷൻ നമുക്ക് നോക്കാം. സോ ഇവിടെ എന്താണ്? ടേംസ് ഓഫ് ദി കോൺട്രാക്ട് നോക്കിയാൽ അതിനകത്ത് പറയുന്നുണ്ട് റെഡ് അലർട്ട് ഡ്യൂ ടു ബാഡ് വെതർ ഉള്ളപ്പം ഷിപ്പ് ഇറക്കാൻ പറ്റത്തില്ല. 2, പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനും പാടില്ല. അപ്പൊ എന്താണ്? ഇവിടെ ചില കണ്ടീഷൻസ് ഉണ്ട്. വെദർ ദീസ് ആർ പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ് ഓഫ് സപ്ലയർ ആണോ? യെസ്, ദീസ് ആർ പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ്. വൈ? ബിക്കോസ് എന്താണ്? റെഡ് അലേർട്ട് ഉള്ളപ്പം ഈ സാധനം ഷിപ്പ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഷിപ്പ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. സോ സപ്ലയറുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ഇത്. അതുപോലെ തന്നെ പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ആ ഷിപ്പിനകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ കസ്റ്റംസുകാരെങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഷിപ്പ് സഹിതം ചിലപ്പം പോവും. ആ ഒരു ഇൻട്രസ്റ്റ് സപ്ലയറിന് ഈ 2 റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ 2 ഇതുള്ളത്. സോ ദീസ് ആർ പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ് ഓൺലി. ഇതിനെന്താണ്? റൈറ്റ് ടു ഡയറക്റ്റ് യൂസ്. അതിലെന്താണ്? ദർ ഇസ് നോ ഇമ്പാക്ട്. സോ ഇതാണ് നമ്മുടെ ആ ക്ലോസിന്റെ സിറ്റുവേഷൻ. ഇവിടെ എന്ത് പറയുന്നുണ്ട്? ഇവിടെ മെയിൻ്റനൻസ് ഫോർ ദി കോൺട്രാക്റ്റും കമ്പനി ടി ആണ് ചെയ്യുക. സോ ഓപ്പറേഷൻസും സേഫ് വോയേജും ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ടിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇവിടെ നോക്കിയാൽ എന്താണ്? അസറ്റിന്റെ ഓപ്പറേഷൻ ടി ലിമിറ്റഡ് ആണെന്നുള്ളത് കൊണ്ട് ഹൗ ആൻഡ് ഫോർ വാട്ട് പർപ്പസിൽ ഇമ്പാക്ട് ഇല്ല. എന്തുകൊണ്ടാ? ഹൗ ആൻഡ് ഫോർ വാട്ട് പർപ്പസ് നോക്കുന്ന ഫസ്റ്റ് ഡയറക്റ്റ് യൂസിന് ഹൗ ആൻഡ് ഫോർ വാട്ട് പർപ്പസ് അസറ്റ് ടു ബി യൂസ്ഡ്. അത് കസ്റ്റമറിന് ആണെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ കസ്റ്റമറിനായതുകൊണ്ട് നമുക്ക് എന്താണ്? നമുക്ക് റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ഉണ്ടെന്ന് പറയാം. ഇതൊരു പ്രീ ഡിഫൈൻഡ് ആയിരുന്നു ഒരു കോൺട്രാക്ട് എങ്കിൽ, ഇതൊരു കോൺട്രാക്റ്റിൽ പ്രീ ഡിഫൈൻഡ് ആയിരുന്നു ഹൗ ആൻഡ് ഫോർ വാട്ട് പർപ്പസ് എന്നുള്ളതെങ്കിൽ എന്താണ്? ഈ ഓപ്പറേഷൻ ആരാണ് എന്നുള്ളതിനൊരു റെലവൻസ് ഉണ്ട്. അതർവൈസ് ഓപ്പറേഷൻ നടത്തുന്ന ആരാണ് എന്നുള്ളതിന് റെലവൻസ് ഒന്നുമില്ല. സോ ദിസ് ഇസ് എ കോൺട്രാക്ട് കണ്ടെയ്നിങ് ലീസ്. റിപ്പീറ്റ്, ദിസ് ഇസ് എ കോൺട്രാക്ട് കണ്ടെയ്നിങ് ലീസ്. നേരത്തെ ഞാൻ പറഞ്ഞു ദിസ് ഇസ് എ കോൺട്രാക്ട് ഓഫ് സർവീസ്, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ കേസിൽ പറഞ്ഞു ദാറ്റ് ഈസ് എ കോൺട്രാക്ട് ഓഫ് സർവീസ്. ഇവിടെ എന്താണ്? കോൺട്രാക്ട് കണ്ടെയ്നിങ് ലീസ്. ബിക്കോസ് ഈ കോൺട്രാക്ട് നോക്കിയാൽ എന്തുണ്ട്? ഇതിനകത്ത് മെയിൻ്റനൻസ് സർവീസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തുണ്ട്? ഓപ്പറേഷൻ സർവീസസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് തേർഡ് ഇതിൽ ലീസും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഈ ലീസ് കോമ്പണന്റ് മാത്രമേ ഈ IndAS 116 പാർട്ടായിട്ട് വരുള്ളൂ. നമുക്ക് സബ്സിക്വന്റ്ലി ഇതിന്റെ ചെറിയ എക്സംഷൻസ് ഒക്കെ ഉണ്ട്. യൂഷ്വലി ബേസിക്കലി ഈ ലീസ് കോമ്പണന്റ് വരാൻ പാടുള്ളൂ. ഇത് രണ്ടും എന്ത് ചെയ്യണം? സെപ്പറേറ്റ് നോൺ ലീസ് കോമ്പണന്റ് ആണ്. ദീസ് ആർ നോൺ ലീസ് കോമ്പണന്റ്സ്. യൂഷ്വലി ഇത് സെഗ്രിഗേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ലീസിന്റെ ക്രൈറ്റീരിയ നമ്മൾ നോക്കിയാൽ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലീസ് ഐഡന്റിഫിക്കേഷൻ പാർട്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഒരു ലീസിനകത്ത് ലീസ് കോമ്പോണൻസ് ഉണ്ടാവാം. ഒരു കോൺട്രാക്ടിനകത്ത് ലീസ് കോമ്പോണൻസ് ഉണ്ടാവാം, നോൺ ലീസ് കോമ്പോണൻസ് ഉണ്ടാവാം. അതിനെ എങ്ങനെയാണ് സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത്? അതാണ് നമ്മുടെ അടുത്ത ഏരിയ. സോ ഇതിനകത്ത് നോക്കിയാൽ ലെസറിന്റെ കേസ് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ,
ലെസറിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ എന്ത് വന്നാലും അയാൾ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസിന്റെ ബേസിസിൽ ലീസ് കോമ്പണന്റ് ആൻഡ് നോൺ ലീസ് കോമ്പണന്റ് എന്ന് പറഞ്ഞ ആ കോൺട്രാക്ടിനെ തിരിച്ചിട്ടുണ്ടാവണം. ബിക്കോസ് അയാളുടെ ബിസിനസ് എന്താണ്? ലീസിന് സാധനങ്ങൾ കൊടുക്കാനുള്ളതാണ്. അയാളുടെ പ്രിൻസിപ്പൽ റവന്യൂ ജനറേറ്റിംഗ് ബിസിനസിന്റെ പാർട്ടാണ് യൂഷ്വലി. അപ്പൊ എന്താണ്, അയാളെ സംബന്ധിച്ചിടത്തോളം സെഗ്രിഗേഷൻ നടത്താനൊന്നും വലിയ പാട് കാണില്ല. നമ്മൾ റവന്യൂ സ്റ്റാൻഡേർഡിൽ ഇത് തന്നെയല്ലേ പറയുന്നത്. റവന്യൂ സ്റ്റാൻഡേർഡിലും എന്താണ്, ഒരു കോൺട്രാക്ടിനകത്ത് ഒന്നിൽ കൂടുതൽ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസിന്റെ ബേസിൽ വീതിച്ചിട്ട് അതിന്റെ ബേസിസിൽ വേണം റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാനാണ് പറയുന്നത്. സോ സെയിം ക്രൈറ്റീരിയ അപ്ലൈസ് ഹിയർ വെൻ ഇറ്റ് കംസ് ടു ലെസർ ബിക്കോസ് ദിസ് ഇസ് ദർ ബിസിനസ്. ഓക്കെ, സോ അപ്പൊ എന്താണ്, അവിടെ സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ് ഒബ്സർവബിൾ ആയിട്ടുള്ള, മാർക്കറ്റിൽ നിന്ന് ഒബ്സർവബിൾ ആയിട്ട് ഒരു സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ് ഇല്ലെങ്കിൽ അതുകൊണ്ട് സ്റ്റാൻഡേർഡ് പറയുന്ന ഗൈഡൻസ് നേരെ നിങ്ങൾ ഇൻഡെക്സ് 115 വിട്ടോ. അവിടെ പറയുന്ന ഗൈഡൻസ് ദർ ഇസ് മാർക്കറ്റ് ബേസ്ഡ് അപ്രോച്ച്, then anticipated cost plus expected margin approach, then residual approach. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് അവിടെ ഗൈഡൻസ് വന്നിട്ട് അതിന്റെ ബേസിസ് സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിച്ച് നിങ്ങൾ അക്കൗണ്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾ എന്ത് വന്നാലും ലീസ് കോമ്പണന്റിനെ നോൺ ലീസ് കോമ്പണന്റിനെ സെഗ്രിഗേറ്റ് ചെയ്തിരിക്കണം. നോ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആർ പ്രൊവൈഡഡ്. എന്ത് വന്നാലും നിങ്ങൾ എന്ത് ചെയ്തോണം, ലീസ് കോമ്പണന്റ് നോൺ ലീസ് കോമ്പണന്റ് സെഗ്രിഗേറ്റ് ചെയ്തോണം ഇൻ ദ ബുക്സ് ഓഫ് ലെസർ. ഇൻ ദ ബുക്സ് ഓഫ് ലെസർ. സെക്കൻഡ് വൺ ഏതാ? ലെസിയുടെ ബുക്സ്. ഓക്കെ, ലെസിയുടെ ബുക്സ് നോക്കിയാൽ ഇവിടെയും ഒബ്സർവബിൾ സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ് ഉണ്ടെങ്കിൽ അതിന്റെ ബേസിസ് നിങ്ങൾ വീതിച്ചെടുക്കുക. ഇനി ഒബ്സർവബിൾ സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ് ഇല്ലെങ്കിൽ എന്താ, നിങ്ങളുടെ ബിസിനസ് എല്ലാം ഇത് നിങ്ങൾ ലീസിന് ഇങ്ങോട്ടേക്ക് എടുത്തേക്കുമല്ലോ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ആർ ഇൻകറിങ് ആൻ എക്സ്പെൻഡിച്ചർ. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് നിങ്ങളെ റവന്യൂ സ്റ്റാൻഡേർഡിലേക്കൊക്കെ റൂട്ട് ചെയ്യുന്നത് മോശമാണ്. അതുകൊണ്ട് ഐ എം റൂട്ടിങ് യു ടു ഇൻഡെയസ് 113. 113ൽ പറഞ്ഞിരിക്കുന്ന ഗൈഡൻസിന് സിമിലർ ആയിട്ട് ഇതിനകത്തൊരു ചെറിയ 2-3 ക്രൈറ്റീരിയ പറയുക. എന്താ, നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒബ്സർവബിൾ ആയിട്ടുള്ള സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ് അറിയത്തില്ലേ? മാക്സിമൈസ് ദി യൂസ് ഓഫ് ഒബ്സർവബിൾ ഇൻഫർമേഷൻ. നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കി മാർക്കറ്റിൽ സിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ നോക്കണം. അങ്ങനത്തെ പല കാര്യങ്ങളും ഫാക്ടേഴ്സ് നോക്കിയിട്ട് സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാമോ, ഫെയർ വാല്യൂ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതിനെയും സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് എടുക്കുക. എന്നിട്ടും ഏതെങ്കിലും കോമ്പണന്റിന് സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ടോട്ടൽ അവിടെ ഒരു കോൺട്രാക്ട് പ്രൈസ് ഉണ്ടാവുമല്ലോ. അതിൽ നിന്ന് ഒബ്സർവബിൾ സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ് നിങ്ങൾക്ക് കുറെ എണ്ണത്തിന് കിട്ടിയിട്ടുണ്ടല്ലോ. അത് കുറച്ച് കഴിയുമ്പോൾ ബാക്കി കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ബാക്കി ആ കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ കോമ്പണന്റിന്റെ കണ്ടുപിടിക്കാൻ പറ്റാത്ത കോമ്പണന്റ് സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ്. ഇത് നമ്മൾ ഇൻഡെക്സ് 115 റെസിജ്വൽ അപ്രോച്ച് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ്. സോ they had mixed the guidance in ഇൻഡെക്സ് 113 and ഇൻഡെക്സ് 115. അത് വെച്ചിട്ട് ലെസിക്ക് അവിടെ തന്നെ ഒരു ട്രീറ്റ്മെന്റ് പറഞ്ഞു. ലെസറിനെ നേരെ ഇൻഡെക്സ് 115 പറഞ്ഞു. ഓക്കെ, ഇതാണ് കോൺട്രാക്ടിന്റെ ലീസ് ആൻഡ് നോൺ ലീസ് കോമ്പണന്റ് സെഗ്രിഗേഷൻ. പക്ഷെ ലെസി വരുമ്പോൾ എന്താണ്, അവർ ചിലപ്പോൾ ഒരു ലീസ് ആകെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ലീസിനകത്ത് നോൺ ലീസ് കോമ്പണന്റും ഇതും എല്ലാം കാണും. അപ്പൊ അതിനുവേണ്ടി തന്നെ നിങ്ങൾ കുറെ സംഭവങ്ങൾ ചെയ്ത് ഇതിന്റെ സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസും ഒക്കെ കണ്ടുപിടിക്കാന്ന് പറയുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കില്ലേ? അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, ഈ ഒരു ലീസ് അക്കൗണ്ട് ചെയ്യാൻ വരുന്ന കോസ്റ്റും അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റും തമ്മിൽ നമ്മൾ മാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റും അത് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മാച്ച് ചെയ്യില്ല. അതുകൊണ്ട് they had given an option, they had given a practical expedient. എന്ത് ചെയ്യാം, ലെസിക്ക് വേണമെന്നുണ്ടെങ്കിൽ ലീസ് കോമ്പണന്റ് നോൺ ലീസ് കോമ്പണന്റ് സെഗ്രിഗേറ്റ് ചെയ്യാതിരിക്കാം. എന്നിട്ട് ആ കോൺട്രാക്റ്റിനെ മൊത്തത്തിൽ ഒരു ലീസ് ആയിട്ട് ഈ സ്റ്റാൻഡേർഡിന്റെ കീഴിൽ തന്നെ അക്കൗണ്ട് ചെയ്യാം. പക്ഷേ ഈ നോൺ ലീസ് കോമ്പണന്റ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ടല്ലോ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താണ്, എംബഡഡ് ഡെറിവേറ്റീവ് ആണ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കീഴിൽ വരുന്ന ഒരു എംബഡഡ് ഡെറിവേറ്റീവ് ആണ്. നിങ്ങൾ പെട്ടു. നിങ്ങൾ എന്തായാലും ഈ സാധനം സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസിന്റെ ബേസിസിൽ സെഗ്രിഗേറ്റ് ചെയ്തേ മതിയാവൂ. ബിക്കോസ് ഇൻഡെക്സ് 109 എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ എംബഡഡ് ഡെറിവേറ്റീവ് നിങ്ങൾ എന്തായാലും ബാക്കിയുള്ളതിൽ എങ്ങനെയാണ് സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾ പോകുന്നതാണ്. അപ്പം നിങ്ങൾ അത് ചെയ്തേ മതിയാവൂ. നിങ്ങൾ എംബഡഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ ലീസ് കോമ്പണന്റ് നോൺ ലീസ് കോമ്പണന്റ് സെഗ്രിഗേറ്റ് ചെയ്തോണം. അതല്ലാത്ത നോൺ ലീസ് കോമ്പണന്റ് ആണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് പാവല്ലേ, നിങ്ങൾക്ക് ഈ സാധനങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട. യു ക്യാൻ അക്കൗണ്ട് ഇറ്റ് ആസ് എ സിംഗിൾ കോൺട്രാക്ട്. ദാറ്റ് ഈസ് ആൻ ഓപ്ഷൻ ഗിവൺ, മാൻഡേറ്ററി അല്ല, ഓപ്ഷൻ ഗിവൺ. ഓക്കെ, സോ ഇതിനകത്ത് ഇനി നമ്മൾ നോക്കിയ വേറൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ, വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്ക് ചിലപ്പം ചില കോമ്പോണൻസ് കാണും. നമ്മളിപ്പം ബിൽഡിംഗ് ഒക്കെ ലീസിന് എടുത്ത് കഴിയുമ്പോൾ ടാക്സ് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഇൻഷുറൻസ് ഇങ്ങനത്തെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ചാർജസ് സംഭവങ്ങളൊക്കെ നമ്മളോട് പേ ചെയ്യാൻ പറയാം. ആരാണ്, കസ്റ്റമറിനോട് പേ ചെയ്യാൻ പറയാം, ലെസിയോട് പേ ചെയ്യാൻ പറയാം.
അതിനെ ഒരു സെപ്പറേറ്റ് കോമ്പോണന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണോ വേണ്ടിയോ, അതാണ് നമ്മുടെ നോക്കുന്നത്. സോ ദി സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കലി സ്റ്റേറ്റ്സ് ദാറ്റ് they are not a separate component. They are not a specified component. എന്തുകൊണ്ടാണ്? അവിടെ നമ്മൾ ആ പേയ്മെന്റ് നടത്തുന്നതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഗുഡോ സെപ്പറേറ്റ് ആയിട്ടൊരു സർവീസോ ഒരു സാധനവും ഒരു മണ്ണാങ്കട്ടയും കിട്ടുന്നില്ല. എന്താണോ ഉണ്ടായിരുന്ന അസറ്റ് ആ അസറ്റ് തന്നെ നമുക്ക് അവിടെ ഉള്ളൂ. വേറെ അഡീഷണൽ ആയിട്ട് യാതൊരു ബെനിഫിറ്റ് നമുക്കില്ല. therefore it is not a separate component. അത് നമ്മുടെ കോൺട്രാക്ട് ലീസിന്റെ ആ ഒരു കോമ്പണന്റിനകത്ത് തന്നെ നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ട സംഭവമാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലീസിന്റെ സെഗ്രിഗേഷൻ പാർട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് ലീസ് ടേം. ഓക്കെ, ലീസ് ടേം നോക്കിയാൽ ദിസ് ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. ബിക്കോസ് എന്താണ്, ഈ ലീസ് ടേം പലപ്പോഴും കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ലീസ് ടേം എന്നുള്ളതിന്റെ ബേസിസിൽ ഇതിനകത്ത് നോൺ ക്യാൻസലബിൾ പീരിയഡ് മാത്രമല്ല പെടുക, എക്സ്റ്റൻഷൻ പീരിയഡ് ഉണ്ട്. എക്സ്റ്റൻഷൻ എക്സസൈസ് ചെയ്യുമെങ്കിൽ ആ പീരിയഡും ഇത് എടുക്കണം. ടെർമിനേഷൻ ഓപ്ഷൻ ഉണ്ട്. ടെർമിനേഷൻ നമ്മൾ എടുക്കില്ല എങ്കിൽ അങ്ങനത്തെ പീരിയഡ് നമ്മൾ എടുക്കണം. ഓക്കെ, അതെന്താന്ന് ചോദിച്ചാൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ഷോർട്ട് ടൈം ലീസസിന് നമുക്ക് എന്താണ് ലീസ് ലയബിലിറ്റിയും അതുപോലെ തന്നെ അസറ്റും ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് ലെസിയുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയുമ്പം ദർ ഇസ് എ ഗൈഡൻസ്. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ് 12 മാസം 12 months ഫ്രം കമൻസ്മെന്റ് ഡേറ്റ് ആണ്. 12 months ഫ്രം കമൻസ്മെന്റ് ഡേറ്റ് ആണ് ഇത് ഷോർട്ട് ടൈം ലീസ്. ദാറ്റ് ഈസ് യുവർ ഷോർട്ട് ടൈം ലീസ്. അപ്പൊ എന്താണ്, അപ്പൊ ഇതിനു വേണ്ടി ഷോർട്ട് ടൈം ലീസിന് വേണ്ടി 12 months ആണ് ലീസ് ടേം. ഇത് കവർ ചെയ്യുമ്പോൾ എന്താണ്, ഇത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സിറ്റുവേഷൻ വരാം. നിങ്ങൾക്ക് എന്താണ് 11 monthsലേക്കുള്ള ഒരു കോൺട്രാക്ട് ആണ്. ദിസ് ക്യാൻ ബി ഫർദർ എക്സ്റ്റെൻഡഡ് ബൈ 2 years. ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്താണ്, ഈ എക്സ്റ്റൻഷൻ ഓപ്ഷൻ റീസണബിളി എക്സ്പെക്ടഡ് ടു എക്സസൈസ് ആണെങ്കിൽ ലീസ് ടൈം 2 years and 11 months ആയി. എന്താണ്, ഷോർട്ട് ടൈം ലീസിന്റെ എക്സ്റ്റൻഷൻ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. സോ ഇങ്ങനത്തെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് വരാം. സോ ദി ടേം ലീസ് ടേം ഇസ് ഇമ്പോർട്ടന്റ്. അപ്പൊ എന്താണ്, നോൺ ക്യാൻസലബിൾ പീരിയഡ് അതിനകത്ത് വരും. എക്സ്റ്റൻഷൻ പീരിയഡ് ഉണ്ട്. എക്സ്റ്റൻഷൻ നമ്മൾ റീസണബിളി എന്താണ് കസ്റ്റമർ അല്ലെങ്കിൽ ലെസി ഒപ്റ്റ് ചെയ്യും എന്നാണെങ്കിൽ ആ പീരിയഡ് എടുക്കണം. ടെർമിനേഷൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ടെർമിനേഷൻ ഓപ്ഷൻ വരത്തില്ല എന്നുള്ള സംഭവമാണെങ്കിൽ ആ പീരിയഡ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പാർട്ടീസിനും ഓക്കെ ലെസറിനും ലെസിക്കും എന്താണ് ഒരു വലിയ കാര്യമായിട്ടുള്ള പെനാൽറ്റി ഒന്നുമില്ലാതെ ടെർമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്താൽ ആ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് എൻഫോഴ്സിബിൾ. അതുകൊണ്ട് അതിനെ ഒരു ലീസ് ആയിട്ടേ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ലീസിന്റെ ഡെഫിനേഷൻ തന്നെ തുടങ്ങുന്നത് എങ്ങനെയാണ്, കോൺട്രാക്ട് ഓർ പാർട്ട് ഓഫ് എ കോൺട്രാക്ട്. കോൺട്രാക്ട് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ പാർട്ടീസ് തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവണം. ദാറ്റ് ഷുഡ് ബി യൂഷ്വലി എൻഫോഴ്സിബിൾ ബൈ ലോ. ഇവിടെ എന്താണ്, റൈറ്റ് ടു ടെർമിനേറ്റ് കോൺട്രാക്ട് വിത്തൗട്ട് സിഗ്നിഫിക്കന്റ് പെനാലിറ്റി രണ്ട് പാർട്ടീസിനും ഉണ്ടെങ്കിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത എഗ്രിമെന്റ് ആണ്. അപ്പം കോൺട്രാക്റ്റേ ആവത്തില്ല. സോ ഈ ഒരു ആസ്പെക്ട് കൂടി നമ്മൾ ലീസ് ടേം അല്ലെങ്കിൽ കോൺട്രാക്ട് ഫോർ ലീസ് ഇത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഉണ്ടാവണം. അപ്പൊ നമ്മൾ നോക്കിയാൽ എന്താണ്, നമുക്ക് ലീസ് ടേമിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ലീസ് ടേമിന്റെ കേസിൽ എങ്ങനെയാണ്, ABC ലിമിറ്റഡ്, ABC എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്. അവർക്ക് എന്താണ് ഒരു നോൺ ക്യാൻസലബിൾ ടേം ഉണ്ട് 6 years. 6 years നോൺ ക്യാൻസലബിൾ ടേം ആണ്. അതിനുശേഷം ദർ ഇസ് എ 2 year എക്സ്റ്റൻഷൻ. മാർക്കറ്റ് റേറ്റിലാണ് അത് കൊടുത്തേക്കുന്നത്. പക്ഷെ എന്താണ്, ഇതിനു വേണ്ടി എക്സ്റ്റൻഷൻ എടുത്തില്ലെങ്കിൽ ടെർമിനേഷൻ പെനാൽറ്റി സംഭവങ്ങൾ ഒന്നും പറയുന്നില്ല. It is not reasonably certain that they will exercise this renewal option. അപ്പൊ എന്താണ്, ഇവിടെ നമ്മൾ നോക്കിയാൽ നോൺ ക്യാൻസലബിൾ പീരിയഡ് 6 years. ഇതെന്തായാലും ലീസ് ടേമിനകത്ത് ഇൻക്ലൂഡഡ് ആവും. ഇനി എന്താണ്, ടേം കവേർഡ് ബൈ എക്സ്റ്റൻഷൻ ഓപ്ഷൻ നോക്കിയാൽ 2 years ആണ്. നോട്ട് റീസണബിളി എക്സ്പെക്ടഡ്. അതുകൊണ്ട് എന്താണ്, വി വിൽ നോട്ട് കൺസിഡർ ദാറ്റ് 6 years will be your lease term. ഇനി വേറൊരു സിറ്റുവേഷൻ നമ്മൾ നോക്കിയാൽ എന്താണ്, ലീസ് ടേമിന്റെ കേസിലുള്ള ഒരു സിറ്റുവേഷൻ നോക്കിയാൽ എൻറ്റിറ്റി XYZ ഉണ്ട്. അവരൊരു 8 വർഷത്തെ ലീസ് ഒരു ബിൽഡിംഗ് എടുത്തു. 2 year കൂടി എക്സ്റ്റൻഷൻ ഉണ്ട്. ലീസിന് എടുത്തപ്പോൾ തന്നെ അവര് ആ ബിൽഡിംഗ് കുറെ ഇംപ്രൂവ്മെന്റ് വരുത്തി. ഈ ഇംപ്രൂവ്മെന്റിന് എൻഡ് ഓഫ് 8th year വരുമ്പോഴത്തേനും ഒരു സിഗ്നിഫിക്കന്റ് വാല്യൂ ഉണ്ട്.
അപ്പൊ എന്താണ് 2 വർഷം കൂടി എക്സ്റ്റൻഷൻ ഓപ്ഷൻ എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ വാല്യൂ റിയലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഇവിടെയുള്ള സിറ്റുവേഷൻ. ഇങ്ങനെയാണെങ്കിൽ എന്താണ്, ആ 2 വർഷം കൂടി അവർ എക്സ്റ്റൻഷൻ ഓപ്ഷൻ എടുക്കും എന്നല്ലേ സിനേരിയോ. സോ നോൺ ക്യാൻസലബിൾ പീരിയഡ് ഇസ് 8 years ആൻഡ് എക്സ്റ്റൻഷൻ ഓപ്ഷൻ ഇസ് 2 years. ഇവിടെ എന്താണ്, it is reasonably certain that this will be exercised, therefore 10 years will be your lease term. Okay, lease term എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണോ ബെനിഫിറ്റ് കിട്ടുന്നത്, നമുക്ക് അസറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള റൈറ്റ് കിട്ടുന്ന ആ പീരീഡ് ആണ്. സോ അതിനെ ബേസ് ചെയ്താണ് അടുത്ത എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ PQR എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്. അവരൊരു ഐഡന്റിഫൈഡ് ആയിട്ടുള്ള റീറ്റെയിൽ സ്പേസ് ഷോപ്പ്, റീറ്റെയിൽ സ്പേസ് അവരെടുത്തു. അവിടെ എന്താണ് പറയുന്നത്, അവർക്ക് ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസങ്ങളിൽ ഈ സ്പേസ് ഓക്യുപ്പൈ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട് ഫോർ 7 years. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ ലീസ് ടേം എത്രയാണ്, ഇവിടെ നമ്മൾ നോക്കിയാൽ എന്താണ്, ഒരു ഇയറിലാകെ 3 മാസമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉള്ളൂ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അങ്ങനെ 7 വർഷത്തേന് therefore lease term will only be 21 months. Okay, lease term will only be 21 months. So ഇതിന്റെ ബേസിസിൽ വേണം ലീസ് ടേമിന്റെ കമ്പ്യൂട്ടേഷനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി. Okay, so this is the case with respect to your lease term. Okay, ഇനി നമ്മുടെ സെഗ്രിഗേഷൻ ഓഫ് ലീസ് ആൻഡ് നോൺ ലീസ് കോമ്പണന്റ് ഒരു ചെറിയ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിനെ നമ്മൾ നോക്കിയാൽ ദിസ് ഇസ് എ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ. എന്താണ്, ഇവിടെ ഒരു ലെസി ലീസിന് ഒരു സാധനം എടുത്തു. അവിടെ എന്താണ്, ഒരു മെയിൻ്റനൻസ് കോമ്പോണന്റും ഉണ്ട്, അതുപോലെ തന്നെ ലീസും ഉണ്ട്. ഓക്കെ, ഇതിനു വേണ്ടി കോൺട്രാക്ട് പറയുന്നത് 80,000 is towards lease and 10,000 is towards maintenance, total 90,000. This is the value specified in the contract. സ്റ്റാൻഡ് ഓൺ സെല്ലിംഗ് പ്രൈസ് ഒന്നും ഇവർക്ക് റെഡിയിൽ ഡിറ്റർമൈൻഡ് അല്ലായിരുന്നു. മാക്സിമൈസിംഗ് ദി യൂസ് ഓഫ് ഇൻഫർമേഷൻ, ലീസ് ആൻഡ് നോൺ ലീസ് കോമ്പോണന്റ് സ്റ്റാൻഡ് ഓൺ സെല്ലിംഗ് പ്രൈസ് അവർ കണ്ടുപിടിച്ച എത്രയാണ്, 85,000 and 15,000, ടോട്ടൽ 1 lakh. ഓക്കെ, ഇവരെന്താണ്, ലെസി ഈ സാധനത്തിനെ ഒറ്റ കോൺട്രാക്ട് ആയിട്ട് അക്കൗണ്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ എടുത്തിട്ടില്ല. ഈ കേസിൽ നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, സെഗ്രിഗേഷൻ നടത്തുന്നത്. ഇവിടെ എന്താ, കോൺട്രാക്റ്റിൽ പറയുന്നുണ്ട് എത്രയൊക്കെയാണ് വാല്യൂസ് അട്രിബ്യൂട്ടബിൾ ടു ഈച്ച് കോമ്പണന്റ്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് റെലവെന്റ് ഫോർ us. സോ ഇവിടെ നോക്കിയാൽ എന്താ, കോൺട്രാക്റ്റിന്റെ വാല്യൂ, കോൺട്രാക്റ്റിന്റെ ടോട്ടൽ പ്രൈസ് നോക്കിയാൽ ദാറ്റ് ഈസ് 90,000. പക്ഷേ ദിസ് ഇസ് ഓൺലി എ ലീഗൽ ഫോം. ഇതിനകത്തൊരു ബൈഫർഗേഷൻ തന്നിട്ടുണ്ട് 80,000 and 10,000. ഇതെന്താണ്, ദിസ് ഇസ് ജസ്റ്റ് എ ലീഗൽ ഫോം. We have to use the principle of substance over form. Substance over form concept നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, കോൺട്രാക്റ്റിന്റെ ടോട്ടൽ പ്രൈസ് എത്രയാണ്, 90,000 ആണ്. യൂഷ്വലി ഈ ലീസ് മാത്രം തന്നാൽ എത്രയേ വാല്യൂ ഉള്ളൂ, 85,000 കോൺട്രാക്ട് കിട്ടേണ്ടത്. മെയിൻ്റനൻസ് വേറൊരാളുടെ അടുത്ത് നിന്ന് എടുക്കുമായിരുന്നെങ്കിൽ 15,000 rupees കൊടുക്കുമായിരുന്നു. സോ ഈ 90,000 ലീഗൽ ഡോക്യുമെന്റ് പറഞ്ഞ് 80,000 10,000 വെച്ചല്ല നമ്മൾ എടുക്കേണ്ടത്. വി ഹാവ് ടു ഗോ വിത്ത് ദി സബ്സ്റ്റൻസ്. അപ്പൊ എന്താണ്, ലീസ് കോമ്പോണന്റ് നോക്കിയാൽ ദി വാല്യൂ വിൽ ബി 90,000 into 85,000 divided by 1 lakh. Okay, so the value will be rupees 76,500. And non lease component നോക്കിയാൽ, അതായത് മെയിൻ്റനൻസ് സർവീസ് നോക്കിയാൽ എന്താണ്, 90,000 ആണ് ടോട്ടൽ വാല്യൂ. 15,000 is your standalone selling price out of 1 lakh. So total value will be 13,500. ഈ രീതിയിൽ വേണം അലോക്കേഷൻ, and not based on this legal. ഓക്കെ, ഇതാണ് നമ്മുടെ സെഗ്രിഗേഷന്റെ കോമ്പോണന്റ് നമ്മൾ നോക്കിയാൽ. സോ സെഗ്രിഗേഷൻ കഴിഞ്ഞു, ലീസ് ടേം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വി വിൽ ചെക്ക് ദി ലീസ് പേയ്മെന്റ്സ് നമ്മൾ നോക്കിയാൽ ലീസ് പേയ്മെന്റ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവുന്നതാണ്. സോ അതിനകത്ത് ഫസ്റ്റ് കോമ്പോണന്റ് ഫിക്സഡ് ലീസ് പേയ്മെന്റ്സ്. ഇതാണ് കോൺട്രാക്ട് ഫിക്സഡ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിംഗ് ഇൻ സബ്സ്റ്റൻസ് ഫിക്സഡ് പേയ്മെന്റ്. ഫോർ എക്സാമ്പിൾ പറയുവാണ്, ഞാൻ കാറ് ഒരെണ്ണം ലീസിന് എടുത്തു. അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫോർ എക്സാമ്പിൾ 60,000 is my lease rentals. Each year 5% increase will be there. Okay, minimum there will be 5% increase. Okay, അതിനുവേണ്ടി അവർ പറയുന്നത് എന്താണ്, ഹയർ ഓഫ് 2 values ആയിരിക്കും എന്ത്, നിങ്ങളുടെ ലീസിന്റെ ഇൻക്രിമെന്റ്. ഒന്ന് 5%, സെക്കൻഡ് വൺ എന്താണ്
10 rupees 10 into number of kilometers right. ഓക്കെ ഇതിൽ ഏതാണോ ഹയർ ആ വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ലീസ് റെന്റൽസിലേക്ക് ആഡ് ചെയ്യുന്ന അഡീഷണൽ എമൗണ്ട്. ഓക്കെ അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ നോക്കിയാൽ എന്താണ് 5% ഓഫ് പ്രീവിയസ് റെന്റ് എന്ന് പറയുന്നത് എന്ത് വന്നാലും ഫിക്സഡ് അല്ലേ? ബിക്കോസ് ഈ വരുന്ന വാല്യൂ ഇതിനേക്കാളും ലോവർ ആണെങ്കിൽ ദേ വിൽ ഗെറ്റ് ദിസ് എമൗണ്ട്. ഇതിനേക്കാളും ഹയർ ആണെങ്കിൽ ഇതിനേക്കാൾ കൂടിയൊരു എമൗണ്ട് ആണ്. 5% ഓഫ് പ്രീവിയസ് എമൗണ്ടിലും കൂടിയൊരു എമൗണ്ട് ആണ്. ദെയർഫോർ ഏത് സിറ്റുവേഷൻ വന്നാലും മിനിമം 5% ഓഫ് പ്രീവിയസ് റെന്റൽസ് നമുക്ക് എന്തായിട്ട് കിട്ടും? ലീസ് റെന്റൽ ആയിട്ട് കിട്ടും. അങ്ങനത്തെ സിനേരിയനെയാണ് ഇൻ സബ്സ്റ്റൻസ് ഫിക്സഡ് പേയ്മെന്റ് എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ കോമ്പണന്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതൊരു വേരിയബിൾ പേയ്മെന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലീസ് പേയ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കരുത്. ഇൻ സബ്സ്റ്റൻസ് ഫിക്സഡ് പേയ്മെന്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ടു ബി ഇൻക്ലൂഡഡ്. നെക്സ്റ്റ് വൺ എന്താണ്? വേരിയബിൾ ലീസ് പേയ്മെന്റ്സ് ലിങ്ക് ടു റേറ്റ് ഓർ ഇൻഡെക്സ്. സാധാരണ പറയുന്ന ഒരു വേരിയബിൾ ലീസ് പേയ്മെന്റ് ഫോർ എക്സാമ്പിൾ എന്താണ്? ഓരോ കിലോമീറ്റർ ഓടുന്നതിനും 10 രൂപ അഡീഷണലി വേണം എന്ന് പറയുവാണ്. ഇൻ അഡീഷൻ ടു ദിസ് വാല്യൂ ഇതെന്താണ്? ഇറ്റ് ഈസ് എ വേരിയബിൾ ലീസ് പേയ്മെന്റ് നോട്ട് ലിങ്ക് ടു എനി റേറ്റ് ഓർ ഇൻഡെക്സ്. ശരിയല്ലേ? കറക്റ്റ് കൺസംഷനുമായിട്ട് റിലേറ്റഡ് ആണത്. ഓക്കെ അതല്ല എന്താണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സുമായിട്ട് ലിങ്ക് ചെയ്തേക്കുവാണ്, അല്ലെങ്കിൽ എന്താണ് RBI ബേസ് റേറ്റുമായിട്ട് ലിങ്ക് ചെയ്തേക്കുവാണ്. ഇങ്ങനത്തെ ഒരു സംഭവം, അങ്ങനെ എന്തെങ്കിലും റേറ്റോ ഇൻഡെക്സോ കാര്യങ്ങളോ ആയിട്ട് ഈ സാധനത്തിനെ ലിങ്ക് ചെയ്യുവാണെങ്കിൽ ദെൻ അങ്ങനത്തെ വേരിയബിൾ ലീസ് പേയ്മെന്റ്സ് ടു ബി കൺസിഡർഡ്. ബിക്കോസ് അതിനകത്ത് എന്താണ്? ഒരു ബേസ് ഫിഗർ പറഞ്ഞിട്ട് കാണും, അത് നമുക്ക് ലീസ് പേയ്മെന്റ്സിലേക്ക് ഇടാൻ പറ്റും. ബാക്കി എന്താണോ ചേഞ്ച് വരുന്നത് അന്നേരം നമ്മൾ അക്കൗണ്ട് ചെയ്താൽ മതി. ഓക്കെ ഇനിയുള്ളത് നമ്മൾ നോക്കിയാൽ എന്താണ്? ടെർമിനേഷൻ ഓപ്ഷൻ ഉണ്ട്, അതിന് പെനാലിറ്റി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ടെർമിനേഷൻ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ സച്ച് പെനാലിറ്റീസ്. ഇനി എന്താ? പർച്ചേസ് ഓപ്ഷൻ ഉണ്ട്, അത് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എക്സസൈസ് പ്രൈസ്. ഇത് രണ്ട് ലീസ് പേയ്മെന്റ്സിന്റെ പാർട്ടാണ്. പ്ലസ് വേറൊരു സാധനം കൂടി ഉണ്ട്, ഇങ്ങോട്ടേക്ക് ലെസർ ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും പേയ്മെന്റ് തരുന്നുണ്ട്, ലെസിക്ക് എന്തെങ്കിലും പേയ്മെന്റ് തരുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ലീസ് ഇൻസെന്റീവ്സ് ഷുഡ് ഓൾസോ ബി കൺസിഡേർഡ് ആസ് ലീസ് പേയ്മെന്റ്സ് ആൻഡ് ദാറ്റ് ഷുഡ് ബി നമ്മുടെ ഇൻഫ്ലോ അല്ലേ, ദാറ്റ് മീൻസ് ദാറ്റ് ഷുഡ് ബി റെഡ്യൂസ് ഫ്രം ലീസ് പേയ്മെന്റ്സ്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ലെസിയുടെ കേസിൽ ലെസി കൊടുത്തിട്ടുള്ള റെസിജ്വൽ വാല്യൂ ഗ്യാരണ്ടി, ലെസറിന്റെ കേസിൽ ലെസിയോ റിലേറ്റഡ് പാർട്ടി ഓഫ് ലെസിയോ ഒരു തേർഡ് പാർട്ടി ഹു ഇസ് ഫിനാൻഷ്യലി കേപ്പബിൾ അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുള്ള എന്താണ് റെസിജ്വൽ വാല്യൂ ഗ്യാരണ്ടിയും ഏതിനകത്ത് ഇൻക്ലൂഡ് ആവും? ലീസ് പേയ്മെന്റ്സിൽ ഇൻക്ലൂഡ് ആവും. ഓക്കെ ഇതാണ് ലീസ് കോമ്പോണൻസിനകത്ത് വരുന്നത്. ഇനി ഇനീഷ്യൽ ഡയറക്ട് കോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻഡേഴ്സ് 115 കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് കോൺട്രാക്ടിന്റെ സെയിം ട്രീറ്റ്മെന്റ് ആണ്. വിൽ ബി ഡെഫറിംഗ് ആൻഡ് അമോർട്ടൈസിംഗ്. സോ അത് ഓരോ സ്പെസിഫിക് ഏരിയ വരുമ്പോൾ വിൽ ബി ഡിസ്കസിംഗ് വാട്ട് വിൽ ബി ദ ട്രീറ്റ്മെന്റ് ഓഫ് ഇനീഷ്യൽ ഡയറക്ട് കോസ്റ്റ്. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടി നോക്കാം. സോ എന്താണ് ഇൻ സബ്സ്റ്റൻസ് ഫിക്സഡ് പേയ്മെന്റ് ഒരു എക്സാമ്പിൾ? ഓക്കെ എൻറ്റിറ്റി പിയുടെ കേസിൽ അവരൊരു ഓഫീസ് സ്പേസ് റെന്റിന് എടുത്തു. അതിന്റെ ഇനീഷ്യൽ ബേസ് റെന്റ് 1 lakh പറയുന്നത്. റെന്റ് വിൽ ബി ഇൻക്രീസ് ബൈ ഗ്രേറ്റർ ഓഫ് 1% ഓഫ് എന്താണ് ഫീസ് ജനറേറ്റഡ് സെയിൽസ് ഓർ 2% ഓഫ് പ്രീവിയസ് റെന്റൽ റേറ്റ്സ്. ഇത് ഓരോ ആനിവേഴ്സറിയിലും ആണ്. അപ്പൊ എന്താണ് മിനിമം 2% ഇൻക്രീസ് എന്തായാലും വരും. ആ കോമ്പണന്റ് കൂടി ഇൻക്രീസ് ചെയ്തിട്ട് വേണം നമ്മൾ ലീസ് പേയ്മെന്റ്സ് കൺസിഡർ ചെയ്യാൻ. Only thing which is to be considered in this. And second one, variable lease payments based on index. ഇവിടെ എന്താണ് 1000 ആണ് ഫസ്റ്റ് ഇയറിലെ ഒരു 10-year പ്രോപ്പർട്ടി ലീസിന്റെ ലീസ് റെന്റൽസ്. ദാറ്റ് ഈസ് ലിങ്ക് ടു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഓക്കെ അതിനകത്ത് എന്താണ് ഫസ്റ്റ് ഇയറിൽ അതിന്റെ എമൗണ്ട് 100 ആണ്. ഓക്കെ ഈ സാധനം ഓരോ സെക്കൻഡ് ഇയറിന്റെ എൻഡിലാണ് റിവൈസ് ആവുക. ഫസ്റ്റ് ഇയറിന്റെ എൻഡിൽ CPI 105 ആയിരുന്നു, സെക്കൻഡ് ഇയർ എൻഡിൽ 108 ആണ്. അപ്പൊ ലീസ് പേയ്മെന്റ്സിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഇയറിന്റെ ലീസ് പേയ്മെന്റ് അസസ്മെന്റ് എടുത്തു കഴിയുമ്പോൾ CPI എത്രയാണ്? CPI is 100. അപ്പൊ എന്താണ് നമ്മൾ ലീസ് പേയ്മെന്റ്സ് 1000 ഇത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇനി ഫസ്റ്റ് ഇയറിന്റെ എൻഡ് വന്നു, ഇത് ഫസ്റ്റ് ഇയറിന്റെ ബിഗിനിങ് ആണ്. ഇനി എന്താണ് ഫസ്റ്റ് ഇയറിന്റെ എൻഡ് വന്നു കഴിയുമ്പോൾ എന്താണ് സിറ്റുവേഷൻ? ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ CPI ഹാഡ് ഇൻക്രീസ് ടു 105. പക്ഷേ ലീസ് റെന്റൽസ് എപ്പോഴാണ് റിവൈസ് ആവുന്നത്? സെക്കൻഡ് ഇയറിന്റെ എൻഡിലാണ് റിവൈസ് ആവുന്നത്. Therefore we will not consider this. Your lease payments will be 1000 itself. ഇനി എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ വന്നു, അന്നേരം എന്താണ് മൈ CPI ഹാഡ് ഇൻക്രീസ് ടു 108. അന്നേരമാണ് ലീസ് റെന്റൽസ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? I have to consider it as
1000 into 108 divided by 100, that is equal to lease payments will be 1080. ഓരോ പോയിന്റിൽ വെച്ച് നമ്മൾ ലീസ് പേയ്മെന്റ്സ് റീഅസസ് ചെയ്ത് നോക്കിയാൽ ഫസ്റ്റ് ഇയറിന്റെ ബിഗിനിങ്ങിൽ 1000 ആണ്, ഫസ്റ്റ് ഇയറിന്റെ എൻഡിലും 1000 ആണ്, സെക്കൻഡ് ഇയർ എൻഡ് ആയപ്പം ദാറ്റ് ഹാസ് റിവൈസ്ഡ് 1000. ഓക്കെ, ഈ കേസ് ഈ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇനി എന്താണ് നെക്സ്റ്റ് വൺ, ഒരു 5 ഇയർ ബിൽഡിംഗ് ലീസ്, ഓഫീസ് ബിൽഡിംഗ് ലീസ് എൻറ്റിറ്റി എ എടുത്തിട്ടുണ്ട്. അതിന് 5 lakh ആണ് റെന്റൽസ്. അതിന്റെ കൂടെ എന്തുകൂടി പറയുന്നുണ്ട്, വാട്ടർ ചാർജ് എന്താണോ വരുന്നത് അത് 0.5 per ലിറ്ററിന് അതുകൂടി പേ ചെയ്തോണം. അപ്പൊ എന്താണ്, ദിസ് ഇസ് എ നോൺ ലീസ് കോമ്പോണന്റ്. അപ്പം പേയ്മെന്റ്സ് എപ്പോഴാണ് ഡ്യൂ ആവുന്നത്, എൻഡ് ഓഫ് ദി ഇയറിലാണ്. എൻറ്റിറ്റി എന്താ ചെയ്യുന്നത്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് യൂസ് ചെയ്യണം. അപ്പൊ ഇത് ഒറ്റ കോൺട്രാക്ട് ആയിട്ടാണ് ലെസി അക്കൗണ്ട് ചെയ്യുന്നത്. സോ ലെസിയുടെ ഇതിനകത്ത് ഈ എത്രയാണ് കൺസംഷൻ എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ നോക്കിയിട്ട് അതിന്റെ ഒരു കോമ്പണന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ട. വേരിയബിൾ ലീസ് പേയ്മെന്റ്സ് ലിങ്ക് ടു എനി റേറ്റ് ഓർ ഇൻഡെക്സ് മാത്രമേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുള്ളൂ, ലീസ് പേയ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. വിച്ച് ആർ നോട്ട് ബേസ്ഡ് ഓൺ ഇത് ഇൻഡെക്സ് ഓർ റേറ്റ്, കണ്ടിജന്റ് ആണ്. കണ്ടിജന്റ് ആയിട്ടുള്ള റേറ്റ് ലീസ് പേയ്മെന്റ്സിൽ ഒരിക്കലും നമ്മൾ കൺസിഡർ ചെയ്യില്ല. സർട്ടൺ ആയിട്ടുള്ള പോർഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഇനി അതിനകത്ത് അതിന്റെ ലോജിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വാല്യൂ ആണ് നമ്മൾ റൈറ്റ് ഓഫ് യൂസ് അസറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും എന്താണ് റിക്കവർ ചെയ്യാനായിട്ടുള്ള അസറ്റിന്റെ വാല്യൂ ഒക്കെ ആയിട്ട് ഫിനാൻസ് ലീസിന്റെ കേസിലും അല്ലെങ്കിൽ ലെസിയുടെ ബുക്സിലും ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട വാല്യൂ. അപ്പൊ എന്താണ്, അസറ്റ് ഒരിക്കലും ഓവർ സ്റ്റേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി റെസിജ്വൽ വാല്യൂ ഗ്യാരണ്ടീഡ് ആണ്. ദിസ് ഇസ് ഓൾസോ സിമ്പിൾ വൺ. ലെസി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 20,000 റെസിജ്വൽ വാല്യൂ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ലെസി ഫസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ 8,000 ആണ് അതിൽ പേ ചെയ്യേണ്ടി വരും എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എമൗണ്ട്. സോ 8,000 റെസിജ്വൽ വാല്യൂ ഗ്യാരണ്ടി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണോ? യെസ്, that is to be included. എന്തുകൊണ്ടാണ്, റെസിജ്വൽ വാല്യൂ ഗ്യാരണ്ടി ഗിവൺ ബൈ ലെസി. ലെസിയുടെ കേസിൽ ലെസി ഇൻക്ലൂഡ് ചെയ്യണം. ലെസറിന്റെ കേസിൽ എന്താണ്, ലെസി കൊടുത്തേക്കുന്ന റെസിജ്വൽ വാല്യൂ ഗ്യാരണ്ടി എനി അതർ പാർട്ടി, ഓക്കെ, റിലേറ്റഡ് പാർട്ടി ഓഫ് ലെസി ഓർ തേർഡ് പാർട്ടി ഹു ഇസ് ഫിനാൻഷ്യലി കേപ്പബിൾ, ആര് കൊടുത്താലും ആ റെസിജ്വൽ വാല്യൂ ഗ്യാരണ്ടി ഏതിന്റെ പാർട്ടാവും, ലീസ് പേയ്മെന്റ്സിന്റെ പാർട്ടാവും. Therefore 8,000 should be included as part of your lease payments. So ഇത്രയാണ് നമ്മൾ നോക്കിയാൽ എന്താണ് നമ്മുടെ ലീസ് പേയ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന പോയിന്റ്. ഇനി നമുക്ക് എന്താണ് ഓരോ പ്രോബ്ലംസും ഓരോ സംഭവങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം. സോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലെസറിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആയിരിക്കും. that will not be an in-depth analysis because എന്താണ് AS 19 സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വേരിയേഷൻസ് ഒന്നുമില്ല. So we will be concluding this part with this, and next we will do with the lesser accounting and lessee accounting, then sale and leaseback. 4 പാർട്ട് ആയിട്ടായിരിക്കും നമ്മൾ ഇത് ചെയ്യുക. സോ കണ്ടിന്യൂ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഫർദർ അപ്ഡേറ്റ്സ് കിട്ടാനാണെങ്കിൽ യു ക്യാൻ ഓൾസോ സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ആൻഡ് റെഗുലർലി ഇതിനകത്ത് അപ്ഡേഷൻസും ഉണ്ടാവും. സോ മേക്ക് യൂസ് ഓഫ് ദിസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.